ഇന്ന് നമ്മുടെ ടെലോസിയുടെ ഫസ്റ്റത്തെ മോക്ക് ക്ലാസ് ആണ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആരാണെന്നും ടെലോസി എന്താണെന്നും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് മഞ്ജുഷ മനോജ്. ഞാൻ എൻ്റെ BSc സൈക്കോളജി കംപ്ലീറ്റ് ചെയ്യുന്നത് ശ്രീ സി അച്യുതൻ മേനോൻ ഗവൺമെൻറ് കോളേജ് തൃശ്ശൂരിൽ നിന്നായിരുന്നു. ആൻഡ് എൻ്റെ PG MSc അപ്ലൈഡ് സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തത് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു. അതിനുശേഷം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ 1 ഇയർ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ UGC നെറ്റ് ക്വാളിഫൈ ആകുന്നത് 2023 ജൂണിലാണ്. ആൻഡ് 23 ഡിസംബറിൽ അഗെയിൻ നെറ്റ് ക്വാളിഫൈഡ് ആയി. അങ്ങനെ എൻ്റെ തേർഡ് അറ്റംപ്റ്റിലാണ് 2025 ജൂണിൽ JRF ക്വാളിഫൈഡ് ആകുന്നത്. കൂടെ ഗേറ്റ് ആൻഡ് സെറ്റ് രണ്ടും ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഈ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ചൂസ് ചെയ്യാറുണ്ടായിരുന്നത് സെൽഫ് സ്റ്റഡി ആയിരുന്നു. പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് മിക്ക ക്വാളിറ്റി ഉള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം അവരുടെ ഫീസ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. എന്തുമാത്രം പഠിക്കണം, എവിടുന്ന് പഠിക്കണം, എത്രയും പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ആ ഒരു ഡിഫിക്കൽട്ടീസ് ഞാൻ ഫേസ് ചെയ്തത് കൊണ്ടാണ് ആ പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് നമുക്ക് ക്വാളിറ്റി ഉള്ള കണ്ടൻസ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇന്ന് ടെലോസിയ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ടെലോസിയയുടെ ഫസ്റ്റത്തെ മോക്ക് ക്ലാസ് ആണ് ഇന്ന് ഉണ്ടാവുക. നമ്മൾ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള സൈക്കോളജിയുടെ ഹിസ്റ്ററി ഒക്കെ വരുന്ന ഏരിയയിലെ വെസ്റ്റേൺ ഹിസ്റ്ററിയുടെ ഒരു പാർട്ടായിരിക്കും ഇന്നത്തെ ഫസ്റ്റത്തെ മോക്ക് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു വേർഡ്, ഈ ഒരു വേർഡ് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സൈക്കി എന്ന് പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ ഓളജി കൊണ്ട് ഉദ്ദേശിക്കുന്ന ലോഗോസ്. ഇപ്പോൾ ബയോളജി, സുവോളജി, എവിടെ ഒരു ഓളജി കണ്ടാൽ അതിൻ്റെ അർത്ഥം ലോഗോസ്. ലോഗോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റഡി, നോളജ്, അങ്ങനത്തെ മീനിങ്. സൈക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ്, സ്പിരിറ്റ്, സോള്, അതൊക്കെയാണ് സൈക്കിയുടെ മീനിങ്. പക്ഷേ ഈ സൈക്കി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ ആരാണ് ശരിക്കും സൈക്കി? സൈക്കി ശരിക്കും നമ്മുടെ ഗ്രീക്ക് മിത്തോളജിയിലൊക്കെയുള്ള ഒരു ക്യൂനായിരുന്നു. പുള്ളിക്കാരി മോർട്ടൽ ആയിട്ടുള്ള നമ്മൾ മനുഷ്യന്മാരെ പോലത്തുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. പക്ഷെ ആളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആളുടെ ഈ ബ്യൂട്ടി കാരണം എല്ലാ ആൾക്കാരും ഈ സൈക്കിയുടെ പുറകെയായിരുന്നു. അപ്പം നമ്മുടെ ബ്യൂട്ടിയുടെ ഗോഡസ് ആയിട്ടുള്ള വീനസിനെ ആരും മൈൻഡ് ആക്കാണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും വീനസിന് അതിൻ്റെ പേരിൽ കുറച്ചൊരു ജലസിയും എൻവിയൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ നമ്മുടെ വീനസിൻ്റെ മകനായിട്ടുള്ള ക്യൂപ്പിഡിനെ ഭൂമിയിലേക്ക് വിട്ടു, നമ്മുടെ സൈക്കിയുടെ അടുത്ത് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യൂപ്പിഡിന് കൊടുത്തിട്ടുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൈക്കീനെ ആ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ചീത്ത ആളുമായിട്ട് കണക്ട് ചെയ്ത് വിടുക എന്നുള്ളതായിരുന്നു. ക്യൂപ്പിഡിൻ്റെ ആരോ വെച്ചിട്ടാണല്ലോ ക്യൂപ്പിഡ് ഇങ്ങനെ ആൾക്കാരെ കണക്ട് ചെയ്യുക. പക്ഷേ നമ്മുടെ ക്യൂപ്പിഡ് ഭൂമിയിൽ എത്തിയിട്ട് സൈക്കീനെ കണ്ടപ്പം ക്യൂപ്പിഡിന് അങ്ങ് സൈക്കീനെ ഇഷ്ടമായി. അങ്ങനെ ക്യൂപ്പിഡ് സൈക്കീനെ ക്യൂപ്പിഡുമായിട്ട് കണക്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ കുറേ ഡ്രാമയൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും അവർ ലാസ്റ്റ് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷെ ആ സമയത്ത് ക്യൂപ്പിഡ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, നീ ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ എൻ്റെ ഐഡന്റിറ്റി നീ അറിയാൻ വേണ്ടി പാടില്ല, എന്നെ നീ നോക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ക്യൂപ്പിഡ് എപ്പോഴും വരിക രാത്രി ഇരുട്ടുള്ള സമയത്ത് മാത്രമേ വരുള്ളൂ. അപ്പോൾ സൈക്കി ആണെങ്കിൽ ക്യൂപ്പിഡിൻ്റെ കൂടെ അങ്ങനെ ജീവിച്ച് പോകുമ്പം സൈക്കീനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കീൻ്റെ സിസ്റ്റർ വന്നു. ഈ സിസ്റ്റർ വന്നപ്പം സൈക്കിയുടെ ഓവറോൾ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് സിസ്റ്ററിന് കുറച്ച് ജലസിയൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ സിസ്റ്റർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സൈക്കീൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് നിന്റെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ, അപ്പോൾ നിന്റെ ഹസ്ബൻഡ് വല്ല മോൺസ്റ്റർ ഒക്കെ ആണെങ്കിലോ, അങ്ങനെ ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള ഒരാളാണ്, നിന്നെ കൊല്ലാനൊക്കെയാണ് പുള്ളിയുടെ ഉദ്ദേശമെങ്കിലോ. അപ്പോൾ ഈ ഒരു തോട്ടിൽ നിന്ന് നമ്മുടെ സൈക്കിക്കും കൺഫ്യൂഷനായി, ഇനിയിപ്പോൾ അഥവാ ആണെങ്കിലോ. അങ്ങനെ നമ്മുടെ സൈക്കി ആ ദിവസം രാത്രി നമ്മുടെ ക്യൂപ്പിഡ് വന്നപ്പം ഇരുട്ടത്ത്, അവിടെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഒരു ഓയിൽ ലാമ്പിൽ ക്യൂപ്പിഡിനെ നോക്കി. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഓയില് ക്യൂപ്പിഡിന്റെ മേത്ത് വീണിട്ട് ക്യൂപ്പിഡിന്റെ മേല് പൊള്ളിയും. അങ്ങനെ ക്യൂപ്പിഡ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് സൈക്കി തനിക്ക് തന്ന വാക്ക് സൈക്കിക്ക് പാലിക്കാൻ വേണ്ടി പറ്റിയില്ല, എന്നെ നോക്കരുതെന്ന് പറഞ്ഞിട്ട് സൈക്കി നോക്കി എന്ന ആ ഒരു സങ്കടം കാരണം ക്യൂപ്പിഡ് എന്ത് ചെയ്തു, സൈക്കിനെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ സൈക്കി ക്യൂപ്പിഡിനെ അന്വേഷിച്ച് ഇങ്ങനെ എല്ലായിടത്തും നടന്ന് അവസാനം വീനസിന്റെ അടുത്തെത്തി. വീനസ് ആണെങ്കിൽ ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വീനസ് സൈക്കിനെ ഒരുപാട് ടാസ്കുകളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഗ്രാജുവലി നമ്മുടെ ക്യൂപ്പിഡ് ഇതൊക്കെ അറിഞ്ഞ് പെട്ടെന്ന് സൈക്കിയുടെ അടുത്തേക്ക് തിരിച്ചെത്തി. ഇവർ രണ്ടുപേരും കൂടെ വീണ്ടും റീയൂണിയൻ സംഭവിക്കുകയാണ്. അപ്പോൾ ഈ റീയൂണിയന്റെ സമയത്ത് നമ്മുടെ ക്യൂപ്പിഡ് സൈക്കീനെയും കൊണ്ട് ഈ ദൈവങ്ങൾക്കൊക്കെ ഒരു ദൈവം ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ദൈവമാണ് നമ്മുടെ ജൂപ്പിറ്ററിന്റെ അടുത്ത് പോയി. എന്നിട്ട് ജൂപ്പിറ്ററിന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ജൂപ്പിറ്റർ എല്ലാ ദൈവങ്ങളുടെ സമ്മേളനമൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഈ
സൈക്കിക്ക് മോർട്ടൽ ആണല്ലോ. അപ്പൊ സൈക്കിക്ക് ഇമ്മോർട്ടൽ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമൊക്കെ കൊടുത്ത്, ഒരു സബ്സ്റ്റൻസ് ഒക്കെ കൊടുത്ത് അങ്ങനെ സൈക്കിനെ ഇമ്മോർട്ടൽ ആക്കി മാറ്റി. അവിടുന്നെയാണ് നമ്മുടെ ഈ സൈക്കി എന്ന് പറഞ്ഞിട്ടുള്ള മൈൻഡ്, സ്പിരിറ്റ് അതിൻ്റെയൊക്കെ ഒരു ഉറവിടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്, കഥയൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് സൈക്കോളജിയുടെ ഏർലി ഹിസ്റ്ററി ആയിരിക്കും. മനുഷ്യനുള്ളിടത്തോളം കാലം മനുഷ്യന്റെ ഒരു ടെൻഡൻസിയാണ് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റിയോ, നമുക്കൊരു കാര്യം ക്ലിയർ അല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ കുറേ ഡോട്ട്സ് ഇങ്ങനെ കണക്റ്റഡ് അല്ലാതിരിക്കുമ്പോൾ നമുക്കത് കണക്ട് ചെയ്യാനുള്ള ടെൻഡൻസി വരും. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ കുറേ കോൺസ്പിറൻസി തിയറീസ് ഉണ്ടാകും. ഇത് എവിടുന്നാണ് വരുന്നത്? നമുക്ക് ഈ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്നാണ് ഇത് വരുന്നത്. അങ്ങനെ പണ്ട് കാലത്ത് മുതൽ നമ്മുടെ ചുറ്റുമുള്ള ഈ വേർഡിനെ, നമ്മുടെ മൊത്തത്തിലുള്ള ഒരു യൂണിവേഴ്സ് ആയിക്കോട്ടെ, ഈ വേൾഡ് ആയിക്കോട്ടെ, അതിനെ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാർക്ക് ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അതിലൊന്നാണ് നമ്മുടെ അനിമിസം. അനിമിസം പറയുന്നത് നാച്ചുറലുള്ള, നമ്മൾ ജീവനില്ല എന്നിപ്പോൾ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ അലൈവ് ആണ്, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു സ്പിരിറ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സംഭവമാണ് ഈ അനിമിസം. ഇപ്പോൾ ഒരു പുഴ എടുക്കുകയാണെങ്കിൽ പുഴയ്ക്ക് എന്താണ്? ജീവനില്ല. പക്ഷെ ചിലപ്പോൾ നമ്മൾ എന്ത് പറയും? പുഴയ്ക്ക് ഒരു സ്പിരിറ്റ് ഉണ്ട്, പുഴയ്ക്ക് ജീവനുണ്ട് എന്നൊക്കെ പറയില്ലേ? അതെന്താണ്? അനിമിസാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ ആന്ത്രോപ്പോമോർഫിസം. എവിടെയും ആന്ത്രോപ്പോ എന്നൊരു ടേം കണ്ട ഹ്യൂമൻ എന്നായിരിക്കും അതിന്റെ മീനിങ്. ആൻഡ് മോർഫിസം എന്ത് കണ്ടാൽ ഫോം എന്നും. അപ്പോൾ ആന്ത്രോപ്പോമോർഫിസം എന്ന് വെച്ചാൽ ഹ്യൂമൻസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹ്യൂമൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ അവര് നേച്ചറിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. നമ്മുടെ കോംപ്ലക്സ് ആയിട്ടുള്ള തോട്ട് പാറ്റേൺസിന്, ഇമോഷനൊക്കെ നേച്ചറിലോട്ട് പ്രൊജക്ട് ചെയ്യും. നമുക്ക് റീസെന്റ് ആയിട്ട് ഒരു പെൻഗ്വിൻ ഉണ്ടായിരുന്നല്ലോ, എല്ലാവരിൽ നിന്നും മാറിയിട്ട് ഒറ്റയ്ക്ക് ഒരു 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 മൗണ്ടൻ നോക്കിയിട്ട് നടന്നു പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ പെൻഗ്വിൻ. ആ പെൻഗ്വിന് കണ്ട സമയത്ത് ഇന്റർനെറ്റ് മൊത്തം പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമായിരുന്നു, ആ പെൻഗ്വിന് ജീവിതം മടുത്തിട്ട് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ട് ആ പെൻഗ്വിൻ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേറൊരു ലൈഫ് ചൂസ് ചെയ്ത് പോവാണ്. അത്രയൊന്നും കോംപ്ലക്സ് ആയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പെൻഗ്വിൻ പോലത്തെ ഒരു ആനിമലിന് പറ്റണം എന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് ശരിക്കും ചെയ്തത്? നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഇമോഷൻസിനെ നമ്മൾ ആ പെൻഗ്വിനിലേക്ക് പ്രൊജക്ട് ചെയ്തു. ഇതിനെയാണ് നമ്മൾ ഈ ആന്ത്രോപ്പോമോർഫിസം എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ നമ്മൾ പലപ്പോഴും കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷനാണ് സ്പിരിറ്റ്. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പം നമ്മുടെ മൈൻഡിനെ എക്സ്പ്ലെയിൻ ചെയ്യണതിൽ ഈസി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക സ്പിരിറ്റ്. അപ്പോൾ ഈ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സ്പിരിറ്റസിൽ നിന്നാണ് ഈ ഒരു സ്പിരിറ്റ് എന്ന വേർഡ് വരുന്നത്. മീനിങ് വരുന്നത് ബ്രത്ത് എന്നാണ്. ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസിലോട്ട് എത്തുന്നത്. നമ്മുടെ സൈക്കോളജിയുടെ കേസ് വരികയാണെങ്കിൽ, സൈക്കോളജിയുടെ ഫാദർ എന്ന് പറയുന്നത് നമ്മുടെ ഫിലോസഫിയും മദർ എന്ന് പറയുന്നത് ഫിസിയോളജിയാണ്. അപ്പം ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ സൈക്കോളജി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് കൂടുതലും സൈക്കോളജിയുടെ ഫാദർ സൈഡ് ആയിരിക്കും, അതായത് ഫിലോസഫേഴ്സിനെ കുറിച്ചായിരിക്കും. ഇതിലെ ആദ്യത്തെ ഫിലോസഫർ നമ്മൾ പഠിക്കാൻ പോണതും, നമ്മൾ ഫസ്റ്റ് ഫിലോസഫർ എന്ന് പറയുന്ന ആളുമാണ് നമ്മുടെ തെയിൽസ്. തെയിൽസ് ആണ് ശരിക്കും നമ്മുടെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, ദൈവം, പിശാച് അങ്ങനത്തെയുള്ള എക്സ്പ്ലനേഷനിൽ നിന്ന് നാച്ചുറൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് കൊണ്ടുവന്ന ആളാണ് നമ്മുടെ തെയിൽസ്. തെയിൽസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കോസ്മോളജിയിലേക്കായിരുന്നു. കോസ്മോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് എങ്ങനെയാണ് ഉണ്ടായത്, യൂണിവേഴ്സ് എന്ത് വെച്ചിട്ടാണ് ഉണ്ടായത്, ഇതൊക്കെയാണ് കോസ്മോളജി പഠിക്കുന്നത്. അപ്പോൾ പുള്ളി പറയുന്നതനുസരിച്ചിട്ട് ഈ യൂണിവേഴ്സ് ഉണ്ടായിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് വെച്ചിട്ടാണ്. ഇതിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള എലമെന്റിനെയാണ് പുള്ളി ഫിസിക്സ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. തെയിൽസിനെ സംബന്ധിച്ച് ഫിസിക്സ് എന്ന് പറയുന്നത് വാട്ടറാണ്. പുള്ളി എന്തുകൊണ്ടാണ് വാട്ടറിനെ ഫിസിക്സ് ആയിട്ട് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ സാധനം, നമ്മുടെ ലൈഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിലാണ്? വാട്ടറിലാണ്. അതുപോലെ തന്നെ വാട്ടറിന് മൾട്ടിപ്പിൾ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോളിഡ് ആയിട്ട് പറ്റും, ലിക്വിഡ് ആയിട്ട് പറ്റും, ആൻഡ് ഗ്യാസ് ആയിട്ട് പറ്റും. അതുപോലെ തന്നെ വാട്ടർ ഓൾമോസ്റ്റ് എല്ലാ സാധനത്തിലും പ്രസന്റ് ആണ് എന്ന് പുള്ളിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് തെയിൽസ് വാട്ടറിനെ യൂണിവേഴ്സ് ഉണ്ടായിട്ടുള്ള ബേസിക് സബ്സ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് വരുന്ന രണ്ടാമത്തെ ഫിലോസഫറാണ് അനക്സിമാൻഡർ. അനക്സിമാൻഡർ പറഞ്ഞു, വാട്ടർ അല്ല നമ്മുടെ ബേസിക് ആയിട്ടുള്ള എലമെന്റ്. കാരണം വാട്ടർ വെച്ചിട്ടാണ് യൂണിവേഴ്സിലുള്ള എല്ലാം ഉണ്ടായിട്ടുള്ളതെങ്കിൽ വാട്ടറിന് എങ്ങനെ ഫയർ ആകാൻ വേണ്ടി പറ്റും? കാരണം വാട്ടറിന്റെ ഓപ്പോസിറ്റ് ആണ് ഫയർ. അപ്പോൾ വാട്ടറിന് ഒരിക്കലും ഫയർ ആകാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ അനക്സിമാൻഡർ പ്രപ്പോസ് ചെയ്ത ഒരു ഫിസിക്സ് ആണ് ഈ ഏപ്രിയോൺ. ഏപ്രിയോൺ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഇതിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാകുന്നത്, ഇതിലേക്കാണ് എല്ലാ സാധനങ്ങളും തിരിച്ച് ചെല്ലുന്നതും. അതിനെയാണ് നമ്മൾ ഈ ഒരു ഏപ്രിയോൺ എന്ന് പറയുന്നത്. പുള്ളിയുടെ ഒരു എവല്യൂഷണറി ഐഡിയ ഉണ്ടായിരുന്നു. പുള്ളി പറയുന്ന അനുസരിച്ച് നമ്മുടെ ലൈഫ് ബിഗിൻ ചെയ്യുന്നത് മോയ്സ്ചറിൽ നിന്നാണ്. എല്ലാ ജീവനുള്ള സാധനങ്ങൾ ഉണ്ടായതും മോയ്സ്ചറിൽ നിന്നാണ്. ആൻഡ് മനുഷ്യന്മാരുടെ കേസിൽ ആദ്യത്തെ മനുഷ്യന്മാർ ഉണ്ടാവുന്നതിന് മുന്നേ
ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് ലാൻഡിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈം വരെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഫിഷ് പോലത്തെ ഒരു ആനിമൽ ഉണ്ടായിരുന്നു, ഒരു ഫിഷ് ലൈക്ക് ആനിമൽ ഉണ്ടായിരുന്നു. ഈ ആനിമലിന്റെ വയറ്റിലായിരുന്നു നമ്മളൊരു പ്യൂബേർട്ടി വരെ ഇവിടെ ഈ ഫിഷിന്റെ വയറ്റിലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ലാൻഡിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കപ്പാസിറ്റിക്ക് എത്തുന്ന സമയത്താണ് മനുഷ്യന്മാർ ഭൂമിയിലോട്ട് എത്തിയത് എന്നുള്ളതായിരുന്നു അനക്സിമാൻഡറിന്റെ ഐഡിയ. അപ്പൊ പുള്ളിയുടെ ഈ ഒരു ആപ്രിയോൺ എന്ന് പറയുന്ന ഐഡിയ നമ്മള് ഏറ്റവും ഇൻഫിനിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഇതിൽ നിന്നാണ് എല്ലാം വരുന്നതും ആൻഡ് ഇതിലോട്ടാണ് എല്ലാ സാധനങ്ങളും റിട്ടേൺ ചെയ്യുന്നതും. നമുക്കൊരു ഗോഡ് എന്നൊക്കെയുള്ള പോലെയൊക്കെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പക്ഷെ നമ്മൾ ഇന്ന് കൺസിഡർ ചെയ്യുന്ന പോലത്തെ ഈ മനുഷ്യന്മാരെ പോലെ ഇരിക്കുന്ന അങ്ങനത്തെ ഗോഡുകളല്ല, അല്ലെ നമ്മുടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെല്ലാം കേൾക്കുന്ന അങ്ങനത്തെ ഗോഡല്ല. നമ്മൾ ക്രിയേറ്റർ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു ഐഡിയ പോലെ ഈ ഏപ്രിയോണിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അനക്സിമാൻഡറിന് ശേഷം നമുക്ക് വരുന്ന ആളാണ് നമ്മുടെ ഹെറാക്ലിറ്റസ്. ഹെറാക്ലിറ്റസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പുള്ളി പറയുന്ന അനുസരിച്ചിട്ട് ഫയർ ആണ് നമ്മുടെ ഫിസിക്സ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയറിന് സാധനങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് ഇപ്പം അതിനെ കത്തിച്ചാൽ അത് ഒരു ചാരമായിട്ട് മാറും. അപ്പം എന്താണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കുന്നുണ്ട്. പുള്ളി അതുകൊണ്ട് ഫയറിനെയാണ് ബേസിക് എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പുള്ളിയുടെ വേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് വേൾഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നത്തിങ് ഈസ്, എവറിത്തിങ് ഈസ് ബിക്കമിങ്. ഒരു സാധനം എന്തല്ല, കോൺസ്റ്റന്റ് അല്ല, എല്ലാ സാധനങ്ങളും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു പുള്ളിയുടെ ഐഡിയ. അപ്പൊ പുള്ളി പറയുന്ന അനുസരിച്ചിട്ട് ഇവിടെ ഒരു പുഴ ഉണ്ടെങ്കിൽ ആ പുഴയിൽ നമുക്ക് ഒരൊറ്റ പ്രാവശ്യം ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം രണ്ടാമത്തെ പ്രാവശ്യം ഇറങ്ങുന്ന സമയത്ത് ആ പുഴയിലുള്ള വെള്ളം മാറി. നമ്മൾ ആദ്യം നിന്നപ്പോഴുള്ള വെള്ളമായിരിക്കില്ല രണ്ടാമത് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന വെള്ളം. അതുപോലെ തന്നെ നമുക്കും ചേഞ്ച് വന്നിട്ടുണ്ടാവും. നമ്മൾ അതിൽ നിന്നൊന്ന് പുറത്തിറങ്ങി തിരിച്ചങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ ബോഡിയിലും നമ്മുടെ എക്സ്പീരിയൻസിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഒന്നും എന്തല്ല, കോൺസ്റ്റന്റ് അല്ല. പിന്നെയുള്ള പുള്ളിയുടെ ഐഡിയ ആണ് ഈ ഓപ്പോസിറ്റ്സ് ഡിഫൈൻ ഈച്ച് അതർ എന്ന് പറഞ്ഞിട്ട്. നമുക്കിപ്പം എന്താണ് ഹെൽത്ത് എന്ന് അറിയുന്നത്, എന്താണ് ഇൽനെസ് എന്ന് അറിയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സാധനം എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടാണ് മറ്റേ സാധനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് നമുക്ക് ഡേ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അവിടെ നൈറ്റ് വേണം, അതുപോലെ ഹോട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് കോൾഡ് വേണം. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഈച്ച് അതറിനെ ഡിഫൈൻ ചെയ്യുന്നുള്ളതായിരുന്നു ഹെറാക്ലിറ്റസിന്റെ വേറെ ഒരു ഐഡിയ. ഹെറാക്ലിറ്റസിന് ശേഷം വരുന്നത് നമ്മുടെ സ്വന്തം പൈതഗോറസ് ആണ്. പൈതഗോറസ് പറയുന്ന അനുസരിച്ച് നമുക്ക് ഈ വേൾഡിനെ ഉണ്ടല്ലോ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വേൾഡ് ഉണ്ട്. ഒന്നാമത്തതാണ് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള വേൾഡ്. അബ്സ്ട്രാക്ട് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള വേൾഡ്. ഈ വേൾഡിനെ നമുക്ക് റീസൺ വഴി മാത്രമേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇവിടെയാണ് നമ്മുടെ ട്രൂ മാത്തമാറ്റിക്സ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു വേൾഡ് എന്ന് പറയുന്നത് എംപിരിക്കൽ ആയിട്ടുള്ള വേൾഡ് ആണ്. ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന വേൾഡ് എന്ന് പറയുന്നത് എംപിരിക്കൽ വേൾഡ് ആണ്. നമ്മുടെ സെൻസസിൽ കൂടെയൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ വേൾഡിന്റെ പ്രത്യേകത എന്താ, ഇത് ചേഞ്ച് ചെയ്യുന്നതാണ്, അതാണ് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വേൾഡാണ്. അപ്പോൾ പുള്ളി പറയുന്ന അനുസരിച്ച് ഈ ഒരു എംപിരിക്കൽ വേൾഡിൽ നമുക്ക് ഈ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് ഒന്നും അതിന്റെ തിയറട്ടിക്കൽ ഫോമിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മുടെ റിയൽ വേൾഡിൽ നമുക്ക് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ആ വരയ്ക്കുന്ന സർഫസ് അനുസരിച്ചിട്ട് അങ്ങനെ കുറേ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മളിപ്പോൾ ഒരു പേപ്പറും പെൻസിലൊക്കെ എടുത്തിട്ട് സ്കെയിലൊക്കെ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ പോലും അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. അതിന് ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. നമ്മളിത് നന്നായി സൂം ചെയ്ത് നോക്കിയാൽ അതിൽ കുറേ ഡോട്ട്സ് കണക്ഷൻ ഇല്ലാത്ത പാർട്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത് നമ്മുടെ എംപിരിക്കൽ വേൾഡ് എന്തല്ല, ഇംപെർഫെക്റ്റ് ആണ്. അവിടെയല്ല നമ്മുടെ മാത്തമാറ്റിക്സ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു വേൾഡിലാണ്. അവിടേക്ക് നമുക്ക് റീസൺ വഴി മാത്രമേ എത്തിച്ചേരാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്ത നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫറാണ് എംപഡോക്ലസ്. എംപഡോക്ലസിന്റെ 4 എലമെന്റ്സ് ആണ് ആള് ഫിസിക്സ് ആയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എർത്ത്, ഫയർ, എയർ, വാട്ടർ. അതായത് നമ്മളെ പഞ്ചഭൂതങ്ങളുണ്ടല്ലോ, സ്പേസ് ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെന്റ്സും വരുന്നതാണ് പുള്ളി പ്രപ്പോസ് ചെയ്തിട്ടുള്ള 4 എലമെന്റ്സ്. അപ്പൊ നമ്മുടെ യൂണിവേഴ്സ് മൊത്തം ഉണ്ടായിട്ടുള്ളത് ഈ 4 എലമെന്റ്സ് വെച്ചിട്ടാണ്. നമ്മൾ യൂണിവേഴ്സിലാണല്ലോ, അപ്പൊ നമ്മൾ ഉണ്ടായിട്ടുള്ളതും ഈ 4 എലമെന്റ്സ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഹ്യൂമൻ ബോഡീൻ്റെ ഉള്ളിലുള്ള സോളിഡ് ആയിട്ടുള്ള പാർട്സ് ഒക്കെ എർത്ത് ആണ്, ലിക്വിഡ് ആയിട്ടുള്ള പാർട്ടൊക്കെ വാട്ടർ ആണ്, നമ്മുടെ ശ്വാസം വലിക്കുന്ന എന്താണ്, എയർ ആണ്, ആൻഡ് റീസണിങ് എന്ന് പറയുന്നത് ഫയർ ആണ്. പുള്ളി പറയുന്ന അനുസരിച്ചിട്ട് ഈ ഒരു 4 എലമെന്റ്സ് ഉണ്ടല്ലോ, ഈ 4 എലമെന്റ്സിനെ കമ്പൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള 2 ഫോഴ്സ് ഉണ്ട്. അതിലെ അവരെ അട്രാക്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഫോഴ്സിനെ പുള്ളി ലവ് എന്നും,
എന്നാൽ ഈ സാധനങ്ങളെ പരസ്പരം സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സിനെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തത് സ്ട്രൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോഴ്സിനെയായിരുന്നു. അങ്ങനെ ലവ് ആണ് ഈ എലമെന്റ്സിനെ കമ്പൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, സ്ട്രൈഫ് ആണ് ഈ എലമെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ പുള്ളി പറയുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഈ മനുഷ്യന്മാരായിക്കോട്ടെ, ഭൂമിയിലുള്ള ഓരോ സാധനങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്തൊരു മിക്സിംഗ് ഫേസ് ഉണ്ട്. ഈ മിക്സിംഗ് ഫേസിൽ നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ, നമ്മുടെ കൈ, തല, കഴുത്ത്, ഇങ്ങനെയുള്ള പല പാർട്സ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ബിൽഡായി. അതിനുശേഷം അത് ഭൂമിയിലൊക്കെ ഒന്ന് റോം ചെയ്ത് കറങ്ങി തിരിഞ്ഞ് അങ്ങനെ എന്ത് ചെയ്തു, ഈ പാർട്സ് ജോയിൻ ചെയ്തു. ഇങ്ങനെ ഈ പാർട്സ് ജോയിൻ ചെയ്ത സമയത്ത് ചില കോമ്പിനേഷൻസ് എന്താണ്, നല്ല കോമ്പിനേഷൻസ് ആയിരിക്കില്ല. ഈ മോൺസ്റ്റർ പോലത്തെ കോമ്പിനേഷൻസ് ഒക്കെ, ഇപ്പൊ നമ്മുടെ തലയിൽ നമ്മുടെ കൈ വന്നാൽ എങ്ങനെ ഉണ്ടാവും, കൈ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ കാല് വന്നാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തതൊക്കെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. അവരൊന്നും എന്ത് ചെയ്തില്ല, ജീവിച്ചില്ല, അവരൊക്കെ മരിച്ചുപോയി. ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കോമ്പിനേഷൻസ്, അങ്ങനത്തെ നമ്മളെ മനുഷ്യന്മാരുടെ, ഇപ്പൊ നമ്മൾ കാണുന്ന ആനിമൽസിന്റെ ഒക്കെ കോമ്പിനേഷൻസിൽ വന്നിട്ടുള്ള ജീവികൾ മാത്രമാണ് സർവൈവ് ചെയ്തത്. ഇതായിരുന്നു നമ്മുടെ എംബ്രോക്ലസിന്റെ ഒരു എവല്യൂഷണറി ഐഡിയ. അപ്പൊ പുള്ളി പറയുന്ന അനുസരിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇത് ആദ്യത്തെ നമ്മുടെ നാച്ചുറൽ സെലക്ഷന്റെ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയയുടെ ഒരു 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 മെൻഷനിങ് പോലെ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എംബ്രോക്ലസിന്റെ മരണത്തെ പറ്റിയിട്ട് പല കഥകളുണ്ട്. പുള്ളി പ്രായമായിട്ട് മരിച്ചതാണെന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ചില കഥകൾ പറയുന്നത് പുള്ളി ഒരു ഈ ലാവയൊക്കെ ഉണ്ടാകുന്ന അഗ്നിപർവ്വതം ഉണ്ടല്ലോ, അഗ്നിപർവ്വതത്തിലോട്ട് വീണിട്ട് പുള്ളി വീണിട്ടല്ല, ചാടിയിട്ട് പുള്ളിക്ക് ദൈവമാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി അതിലോട്ട് ചാടിക്കഴിഞ്ഞ് വാനിഷ് ആയി പോകും എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ചാടി. പക്ഷെ പുള്ളിയുടെ ചെരുപ്പ് മാത്രം പുറത്തേക്ക് വന്നു. അപ്പൊ പുള്ളി അതിൽ നിന്ന് മരിച്ചു പോയതാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെറാക്ലിട്ടസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഹെറാക്ലിട്ടസിന് ഒരു അസുഖം ഉണ്ടായിരുന്നു. ആളുടെ ബോഡിയിൽ ഈ വെള്ളത്തിന്റെ അംശമൊന്നും പുറത്തു പോകാതെ അത് ആളുടെ ബോഡിയിൽ തന്നെ സ്റ്റോറായി നിൽക്കും. അപ്പോൾ ആൾ ആ നീരൊക്കെ, ബോഡിയിലുള്ള വെള്ളത്തിന്റെ അംശമൊക്കെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ഈ ചാണകമൊക്കെ എടുത്ത് മേത്ത് തേച്ചിട്ട് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി കിടക്കുക. അങ്ങനെ ഒരു സ്റ്റോറി ഹെറാക്ലിട്ടസിനെ പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എംബ്രോക്ലസിന് ശേഷം എംബ്രോക്ലസിന്റെ തന്നെ ഒരു ഐഡിയയും കൂടെ ഉണ്ട്. അതാണ് പുള്ളി പറഞ്ഞത് നമ്മുടെ പെർസെപ്ഷൻസിനെ പറ്റിയിട്ടുള്ള പ്രപ്പോസ് ചെയ്ത ആദ്യത്തെ തിയറി എംബ്രോക്ലസിന്റെ ആണ്. അപ്പൊ നമ്മുടെ എംബ്രോക്ലസ് പറയുന്നത്, നമ്മുടെ വേൾഡിലുള്ള ഓരോ ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, ഈ ഓരോ ഒബ്ജക്ട്സും അതിന്റെ ചെറിയ ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കോപ്പീസിനെ പുറത്തേക്ക് വിടും. ഈ കോപ്പീസിന് ആണ് നമ്മൾ എയ്ഡോള അല്ലെങ്കിൽ എമനേഷൻസ് എന്ന് പറയുന്നത്. ഈ എയ്ഡോള നമ്മുടെ പോസ് ഉണ്ടാവും, നമ്മുടെ ബോഡിയിൽ, ഹ്യൂമൻ ബോഡിയിലൊക്കെ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു പോസ് ഉണ്ടാവും. ഇതിന്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് കടക്കും. നമ്മുടെ ബോഡിയിലും എന്താണുള്ളത്, ഈ എർത്തും വാട്ടറും ഒക്കെ തന്നെയാണ് നമ്മുടെ ബോഡിയിലുള്ളത്. അപ്പൊ പുറത്തുനിന്ന് വരുന്ന വാട്ടറിന്റെ എലമെന്റ് നമ്മുടെ ബോഡിയിലെ വാട്ടറുമായിട്ട് മിക്സ് ആകും, പുറത്തുനിന്ന് വരുന്ന എർത്തിന്റെ എലമെന്റ് നമ്മുടെ ബോഡിയിലെ എർത്തുമായിട്ട് മിക്സ് ആകും. അങ്ങനെ ഹാർട്ടിൽ വെച്ചിട്ടാണ് നമുക്ക് പെർസെപ്ഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നാണ് നമ്മുടെ എംപിഡോക്ലസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് എംപിഡോക്ലസിനെ സംബന്ധിച്ച് നമുക്ക് ഹെൽത്ത് ഉണ്ടാകുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 എലമെന്റ്സും ഒരു പ്രോപ്പർ ബാലൻസിൽ നിൽക്കുന്ന സമയത്താണ്. അതിൽ ഇംബാലൻസ് ഉണ്ടാകുമ്പോഴാണ് അത് ഇൽനെസ് ആയിട്ട് മാറുന്നത്. എംപിഡോക്ലസിന് ശേഷം വരുന്ന ഫിലോസഫറാണ് അനക്സഗോറസ്. അനക്സഗോറസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി പറഞ്ഞത് ഒന്നോ രണ്ടോ ഒന്നോ അല്ല ഫിസിക്സ് ഉള്ളത്, നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സ് ഒക്കെ ബിൽഡ് ആയിട്ടുള്ളത്. ഇതിനെ പുള്ളി വിളിച്ചിട്ടുള്ള പേരാണ് ഈ സീഡ്സ്. അപ്പൊ സീഡ്സ് കൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഇപ്പം ഒരു ഓരോ സാധനങ്ങൾ എടുക്കാന്ന് ഓർത്തോ, ഫയർ എന്ന് പറഞ്ഞാൽ അതൊരു സീഡാണ്, വാട്ടർ എന്ന് പറഞ്ഞാൽ അതൊരു സീഡാണ്, വുഡ് എന്ന് പറഞ്ഞാൽ അതൊരു സീഡാണ്, മെറ്റൽസ് ഉണ്ടാവുമല്ലോ അതെന്താ, അത് വേറൊരു സീഡാണ്. ആൻഡ് ഇതിൽ പുള്ളിയുടെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു ക്ലെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവരിത്തിങ് ഇൻ എവരിത്തിങ്, എല്ലാത്തിലും എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ഒരു വുഡിന്റെ പീസ് എടുത്താൽ അതിൽ വാട്ടർ ഉണ്ട്, അതുപോലെ മെറ്റൽ ഉണ്ട്, ഫയർ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, ആ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സാധനങ്ങളും ആ വുഡിന്റെ പീസിലുണ്ട്. പക്ഷേ ആ വുഡിൽ ഏറ്റവും അബൻഡന്റ് ആയിട്ടുള്ള സീഡ് എന്താണോ, വുഡായിരിക്കും അതിൽ ഏറ്റവും കൂടുതലായിട്ട് കിടക്കുന്ന സീഡ്. അപ്പൊ അതിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒബ്ജക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യപ്പെടുക. ഞാനൊരു മരത്തിന്റെ പീസ് എടുത്തത് വുഡാണെന്ന് പറയുന്നതിന്റെ അർത്ഥം അതിൽ ഏറ്റവും കൂടുതലുള്ളത് വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള സീഡ് ആയതുകൊണ്ടാണ്. പക്ഷേ ബാക്കി എല്ലാ എലമെന്റ്സും ആ ഒരു വുഡിന്റെ പാർട്ടായിട്ട് ഉണ്ടെന്നാണ് അനക്സഗോറസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് അനക്സഗോറസ് ഒരു എക്സെപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. മൈൻഡിന്റെ കേസിൽ മൈൻഡ് പ്യുവർ ആണ്, മൈൻഡിൽ വേറെ ഒരു സീഡും ഇല്ല, വേറെ ഫയറോ എർത്തോ അങ്ങനെ വേറെ ഒരു സീഡും ഇല്ല. മൈൻഡിൽ കംപ്ലീറ്റ് പ്യുവർ ആയിട്ടുള്ള സീഡാണ് മൈൻഡ്. അതുപോലെ പുള്ളി ഒരു വൈറ്റ് ലിസ്റ്റ് ആയിരുന്നു. പുള്ളി വൈറ്റ് ലിസ്റ്റ് ആണെന്ന് പറയാനുള്ള കാരണം, പുള്ളി പറയുന്ന അനുസരിച്ചിട്ട് ഒരു സാധനത്തിന് ജീവൻ ഉണ്ടോ ഇല്ലേ നമ്മൾ തീരുമാനിക്കുന്നത് അതിന്റെ മൈൻഡ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ഒരു മൈൻഡ് ഉള്ള സാധനമാണെങ്കിൽ അത് അലൈവാണ്. ഹ്യൂമൻസ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, അതൊക്കെ എന്താണ്, അലൈവാണ്. കാരണം അതിന് മൈൻഡ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഉണ്ട്.
പക്ഷേ ഈ പറയുന്ന മൈൻഡ് ഇല്ലെങ്കിൽ ആ സാധനം ഇനാനിമേറ്റ് ആയിരിക്കും. ഇപ്പോൾ കല്ല്, പുഴ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇനാനിമേറ്റ് ആണ്. അതുപോലെ ഈ പണ്ട് കാലത്ത് നമ്മുടെ സൂര്യൻ, ചന്ദ്രൻ ഇവരെയൊക്കെ നോക്കിയിട്ട് ദൈവമാണെന്ന് പറയാറുണ്ടായിരുന്നല്ലോ. ഇപ്പോഴും ഉണ്ട്. അപ്പം പുള്ളി എന്ത് ചെയ്തു? അതിന് പകരമായിട്ട് ഒരു നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. സൂര്യൻ എന്ന് പറയുന്നത് ചുമന്നിട്ടുള്ള ഭയങ്കര ചൂടായിട്ടുള്ള ഒരു സ്റ്റോൺ ആണെന്നാണ് പുള്ളി പറഞ്ഞത്, അല്ലാതെ ദൈവമല്ല. ഇത് കാരണം പുള്ളീനെ പല ആൾക്കാരും ഏത്തിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ അനക്സഗോറസിന്റെ കഥ പോകുന്നത്. സീഡാണ്. ഈ സീഡ് എല്ലാ സീഡും എല്ലാ എലിമെന്റിലും എന്താ പറയാ, ഒരു ഒബ്ജക്റ്റ് എടുത്താൽ അതിൽ എല്ലാ സീഡ്സും പ്രസന്റ് ആണ്. ഏറ്റവും കൂടുതലുള്ളത് ഏത് സീഡാണെന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുക. ആൻഡ് മൈൻഡ് മാത്രമാണ് പ്യുവർ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്ന ആളാണ് ഡെമോക്രിറ്റസ്. ഈ ഒരു കൂട്ടത്തില് കോസ്മോളജിയിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തതിൽ ഏറ്റവും നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ള പേഴ്സൺ ആണ് ഡെമോക്രിറ്റസ്. ഡെമോക്രിറ്റസ് പറയുന്ന അനുസരിച്ച് യൂണിവേഴ്സ് ഉണ്ടായിട്ടുള്ളത് രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ്. ഒന്നാമത്തതാണ് നമ്മുടെ ആറ്റം, രണ്ടാമത്തതാണ് വോയിഡ്. വോയിഡ് എന്ന് വെച്ചാൽ എം ടി ആയിട്ട് കിടക്കുന്ന സ്പേസ്. അപ്പം നമ്മുടെ മൈൻഡും പോലും എന്താണ്, ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നമ്മുടെ മൈൻഡും ആറ്റംസ് വെച്ചിട്ടാണ് ബിൽഡ് ആയിട്ടുള്ളത്. അതും ഒരു ഫിസിക്കൽ ആയിട്ടുള്ള പാർട്ടാണ്. പുള്ളി അതുപോലെ നമ്മുടെ പല ഫങ്ഷൻസിന് ഒരു ബോഡി ഏരിയാസിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് തിങ്കിങ് എവിടെയാണ് നടക്കുക? നമ്മുടെ ബ്രെയിനിലാണ് നടക്കുക. ഇമോഷൻ എവിടെയാണ് നടക്കുക? നമ്മുടെ ഹാർട്ടിലാണ് നടക്കുക. ആൻഡ് അപ്പറ്റൈറ്റ് നമ്മുടെ ലിവറിലാണ് നടക്കുക. അങ്ങനെ പുള്ളി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പുള്ളി 4 പ്രൈമറി കളേഴ്സിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തത് ബ്ലാക്ക്, 2 റെഡ്, 3 വൈറ്റ് ആൻഡ് 4 ഗ്രീൻ. അങ്ങനെ 4 പ്രൈമറി കളേഴ്സിനെ പുള്ളി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കാലത്തൊക്കെ പല ആൾക്കാരും ഈ ആഫ്റ്റർ ലൈഫിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡെമോക്രിറ്റസ് പറയുന്ന അനുസരിച്ച് ഡെത്തിന് ശേഷം ഒരു ലൈഫില്ല, അതോടുകൂടെ തീർന്നു. നമ്മൾ മരിക്കുന്ന സമയത്ത് ഈ ആറ്റംസ് സ്കാറ്റർ ചെയ്ത് പോകും, അപ്പൊ പിന്നെ ഒരു ലൈഫ് ഇല്ല എന്നുള്ളതായിരുന്നു ഡെമോക്രിറ്റസിന്റെ ഐഡിയ. ഡെമോക്രിറ്റസും അതുപോലെ നമ്മുടെ പെർസെപ്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സ് അല്ലെങ്കിൽ ഒരു തിയറി പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി പറയുന്ന അനുസരിച്ചിട്ട് നമ്മുടെ പുറത്തുള്ള ഓരോ ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, ഈ ഒബ്ജക്ട്സ് ആറ്റംസിനെ പുറത്തേക്ക് ത്രോ ചെയ്യും. ഈ ത്രോ ചെയ്യുന്ന ആറ്റംസ് നമ്മുടെ സെൻസസുമായിട്ട് കമ്പൈൻ ആകും, അല്ലെങ്കിൽ നമ്മുടെ സെൻസിന്റെ ഓരോ സെൻസ് ഉണ്ടല്ലോ, നമ്മുടെ 5 സെൻസസ്, ഈ 5 സെൻസറി ഓർഗൻസ് ആണ് ഒരു ഗേറ്റ് പോലെ ആക്ട് ചെയ്യുക. ഈ ആറ്റത്തിനെ പാസ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടുള്ള ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. അങ്ങനെ ഈ ഗേറ്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആറ്റം നമ്മുടെ ബ്രെയിനിലെത്തും. ഇപ്പൊ ബ്രെയിനിലും വേറെ ആറ്റം ഉണ്ടല്ലോ, കാരണം നമ്മുടെ മൈൻഡും ബ്രെയിനും ബോഡിയും എല്ലാം ക്രിയേറ്റ് ചെയ്തത് ആറ്റം വെച്ചിട്ടാണ്. ഈ ഇൻകമിങ് ആയിട്ടുള്ള ആറ്റം നമ്മുടെ ബ്രെയിനിലുള്ള ആറ്റമായിട്ട് എൻഗേജ് ചെയ്യുന്ന സമയത്താണ് പെർസെപ്ഷൻസ് ഉണ്ടാവുക എന്നാണ് നമ്മുടെ ഡെമോക്രിറ്റസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡെമോക്രിറ്റസിന്റെ ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് എപ്പോഴും ഫിസിക്കൽ വേൾഡിലുള്ള സാധനങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പം നമ്മുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പെർഫെക്റ്റ് മാച്ച് ആവണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള ഒബ്ജക്ട്സ് ജസ്റ്റ് അതിൻ്റെ കോപ്പീസ് മാത്രമാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പെർസെപ്ഷൻ ചിലപ്പം പുറത്തുള്ള ആ ഒരു ഒബ്ജക്റ്റിനെ പെർഫെക്റ്റ്ലി മാച്ച് ആയിക്കോണം എന്നില്ല എന്ന് നമ്മുടെ ഡെമോക്രിറ്റസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന ഫിലോസഫറാണ് ആൽക്കമോൺ. ആൽക്കമോണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പുള്ളി പറയുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ ഒപ്പോസിങ് ആയിട്ടുള്ള കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഹോട്ട്, കോൾഡ്, മോയ്സ്റ്റ്, ഡ്രൈ എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഈ ക്വാളിറ്റീസിലുള്ള ഏതെങ്കിലും ഒരെണ്ണം ഭയങ്കര ഡൊമിനൻസ് കാണിക്കുമ്പോഴാണ് ആൾക്കാർ സിക്കാവുന്നത്. ആൻഡ് നമ്മൾ ഇവിടുത്തെ ഒരു ഫിസിഷ്യന്റെ റോൾ എന്ന് പറയുന്നത് ഈ കൂടുതലുള്ള സാധനത്തിന് കുറച്ചിട്ട് ആ ഒരു ഇക്വിലിബ്രിയം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പനിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പനി എപ്പോഴും വരിക? നമുക്ക് ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടുന്നു, അല്ലെ ഹോട്ട് എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് കൂടുമ്പോഴാണ് പനി വരുന്നത്. അപ്പൊ ആൽക്കമോൺ പറയുന്ന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കുറയ്ക്കണം, ആളെ തണുപ്പിക്കണം. അപ്പൊ ഇത് പിന്നീട് എന്തായി, നമ്മുടെ മെഡിസിന്റെ ഒക്കെ ഒരു ഫൗണ്ടേഷൻ ഒക്കെ പോലെ ആൽക്കമോണിന്റെ ഐഡിയാസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിയാണ് ആദ്യമായിട്ട് ഹ്യൂമൻ ബോഡീനെ ഡൈസെക്ട് ചെയ്യുന്നത്, മുറിച്ച് സയന്റിഫിക് കാര്യത്തിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ ബോഡീനെ ഡൈസെക്ട് ചെയ്യുന്നത്. അതുപോലെ പുള്ളിയാണ് നമ്മുടെ കണ്ണിനെയും തലച്ചോറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന നമ്മുടെ ഒപ്റ്റിക് നെർവ്സ് ഉണ്ടല്ലോ, ഈ ഒപ്റ്റിക് നെർവിനെയൊക്കെ ആദ്യമായിട്ട് ട്രേസ് ചെയ്യുന്നതൊക്കെ പുള്ളിയായിരുന്നു, ആൽക്കമോൺ ആയിരുന്നു. പിന്നെ എൻസെഫലോസെൻട്രിസം ആയിരുന്നു പുള്ളി പ്രപ്പോസ് ചെയ്ത ഐഡിയ. അതായത് നമ്മുടെ ഹയർ ആയിട്ടുള്ള മെന്റൽ ഫങ്ഷൻസ് ഉണ്ടല്ലോ, സെൻസേഷൻ ആയിക്കോട്ടെ, പെർസെപ്ഷൻ ആയിക്കോട്ടെ, മെമ്മറി ആയിക്കോട്ടെ, തോട്ട് ആയിക്കോട്ടെ, ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ ബ്രെയിനിലാണ് നടക്കുന്നത് എന്നാണ് ആൽക്കമോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൽക്കമോണിന് ശേഷമാണ് നമ്മുടെ മെഡിസിന്റെ ഫാദർ എന്ന് പറയുന്ന ഹിപ്പോക്രേറ്റ്സ് വരുന്നത്. ഹിപ്പോക്രേറ്റ്സിന് 4 ബോഡി ഫ്ലൂയിഡ്സ് ആയിരുന്നു പ്രപ്പോസ് ചെയ്തത്. ഇതിലുണ്ടാകുന്ന ഇംബാലൻസ് ആണ് നമുക്ക് ഡിസീസസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ദൈവം, പിശാച് എന്നൊക്കെ പറയുന്ന സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഫോഴ്സസ് അല്ല.
അപ്പോൾ ബോഡിക്ക് സ്വന്തമായിട്ട് ഹീൽ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്നുള്ളതായിരുന്നു ആളുടെ വേറൊരു ഐഡിയ. അപ്പോൾ ഒരു ഫിസിഷ്യന്റെ ജോലി എന്താണ്? ആ നാച്ചുറൽ ആയിട്ടുള്ള ഹീലിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാന്ന് മാത്രം. ഇപ്പൊ നമ്മുടെ ഒരു കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണങ്ങും. പക്ഷേ അപ്പോൾ ഒരു ഡോക്ടർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമായിട്ട് പുള്ളി പറയുന്നത് ആ മുറിവിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ബോഡിക്ക് കുറച്ചും കൂടെ ന്യൂട്രീഷൻസ് ഒക്കെ കൊടുക്കുക, അത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റേഷൻ മാത്രമാണ് ഫിസിഷ്യൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നാണ് ഹിപ്പോക്രേറ്റ്സ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓരോ ഡിസോർഡേഴ്സ് ഉണ്ടാവുകയെന്ന് ചോദിച്ചാൽ ഹിപ്പോക്രേറ്റ്സ് 3 റീസൺസ് ആണ് പറയുക. ഒന്നാമത്തതാണ് നമുക്ക് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഒരു സസെപ്റ്റബിലിറ്റി ഉണ്ടാവും, നമ്മളെ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. രണ്ടാമത്തതാണ് ഓർഗാനിക് ഇഞ്ചുറി. നമ്മൾ എവിടെയെങ്കിലും പോയി തലയിടിച്ച് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ സെൽസ് ഒക്കെ ഡാമേജ് ആകുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോഡി പാർട്ടിന്റെ ഫങ്ഷനിങ് ഒക്കെ പ്രശ്നമാവുകയാണ്. അതൊക്കെയാണ് ഓർഗാനിക് ഇഞ്ചുറീൻ്റെ ഉള്ളിൽ വരിക. പിന്നത്തതാണ് ഫ്ലൂയിഡ് ഇംബാലൻസ്. ഫ്ലൂയിഡ് ഇംബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ നേരത്തെ പറഞ്ഞിട്ട പോലെ 4 ഹ്യൂമേഴ്സ് ആണ് ഹിപ്പോക്രേറ്റ്സ് പ്രപ്പോസ് ചെയ്തത്. അതിന്റെ ബാലൻസ് പ്രോപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരിക. അതാണ് ഹിപ്പോക്രേറ്റ്സിന്റെ ഐഡിയ. 4 ബോഡി ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തതാണ് ബ്ലാക്ക് ബൈൽ. ബ്ലാക്ക് ബൈൽ എന്ന് പറയുമ്പോൾ അതിന്റെ എലമെന്റ് ആയിട്ട് വരുന്ന എർത്താണ്. ആൻഡ് ഇതിന്റെ ഒരു പേഴ്സണാലിറ്റി തിയറീസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഓരോ ഫ്ലൂയിഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ടെമ്പറാമെന്റ്സിനെയൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഗാലനാണ്. ഗാലനാണ് നമ്മുടെ ഒരു ഹിപ്പോക്രേറ്റ്സിന്റെ വർക്കിനെ ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് വൈൽ കൂടുതലായിട്ടുള്ള ആൾക്കാർ നമ്മൾ മെലൻകോളിക് ആണെന്ന് പറയും. മെലൻകോളിക് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര സാഡ് ആൻഡ് മൂഡി ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതേ സ്ഥാനത്ത് യെല്ലോ ബൈൽ കൂടിയിട്ടുള്ള ആൾക്കാർ, അതായത് എർത്താണ് എയർ ആണ് അതിന്റെ എലമെന്റ്, ഈ യെല്ലോ ബൈൽ കൂടിയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കോളറിക് എന്ന് പറയും. ഇവർ ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും ആൻഡ് ഭയങ്കര അഗ്രസീവ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ബ്ലഡ് ആണ് കൂടുതലെങ്കിൽ ഫയർ ആണ് എലമെന്റ് ആൻഡ് സാങ്ക്വിൻ ആയിരിക്കും അവർ ഭയങ്കര ചീർഫുള്ളും സോഷ്യബിളും ആയിരിക്കും. പിന്നെ ഫ്ലം വരുന്ന സമയത്ത് വാട്ടർ, അവരെ നമ്മൾ ഫ്ലമാറ്റിക് എന്ന് പറയും. അവർ ഭയങ്കര സ്ലോ ആൻഡ് കാം ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ആൻഡ് ഈ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഗാലനാണ്. പിന്നെ വരുന്ന ഫിലോസഫറാണ് നമ്മുടെ പ്രൊട്ടഗോറസ്. പ്രൊട്ടഗോറസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള ആൾക്കാരെല്ലാവരും കുറച്ചും കൂടെ കോസ്മോളജി ഫോക്കസ് ചെയ്ത് നിന്ന സമയത്ത് പ്രൊട്ടഗോറസ് അതിൽ നിന്ന് മാറിയിട്ട് എപ്പിസ്റ്റമോളജി ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എപ്പിസ്റ്റമോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നോളജ് അക്വയർ ചെയ്യുന്നത്, ഹ്യൂമൻ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് നമ്മൾ സീക്ക് ചെയ്യുന്ന നോളജ് എത്രമാത്രം കറക്റ്റ് ആണ്, എന്തൊക്കെ വേസിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നോളജിനെ പറ്റിയിട്ടാണ്. നമുക്ക് എങ്ങനെ നോളജ് ഗെയിൻ ചെയ്യാം, നമുക്ക് എങ്ങനെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, അതൊക്കെയാണ് എപ്പിസ്റ്റമോളജിയുടെ ഫോക്കസ്. അപ്പോൾ നമ്മുടെ പ്രൊട്ടഗോറസ് പറയുന്നത് മാൻ ഈസ് ദ മെഷർ ഓഫ് ഓൾ തിങ്സ്. അതായത് പുറത്ത് നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ ഒരു ട്രൂത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ ട്രൂത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? പെർസീവ് ചെയ്യുന്ന ആളുടെ മൈൻഡിലാണ്. ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഇപ്പോൾ കളർ എന്ന് പറയുന്ന ഒരു കാര്യം, അതൊരു സ്പെസിഫിക് വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ് നമ്മൾ കളറ് പെർസീവ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തില് പലപ്പോഴും കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുടെ സെൻസറി സിസ്റ്റം, ആളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, ഇങ്ങനത്തെ കുറേ എലിമെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈവൻ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ, ചില ആൾക്കാർ അതിനെ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആയിട്ട് കാണും, ചില ആൾക്കാർ ഗോൾഡ് ആൻഡ് വൈറ്റ് ആയിട്ട് അങ്ങാണ്ട് കാണും. അപ്പൊ അങ്ങനത്തെ കേസസ് ഒക്കെ വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസും ഇങ്ങനത്തെ കുറേ എലമെന്റ്സ് പെർസീവ് ചെയ്യുന്ന ആളുടെ മൈൻഡിലാണ് പെർസെപ്ഷൻ നടക്കുന്നത്. എക്സ്റ്റേണൽ വേൾഡിലുള്ള സാധനത്തിനെ പലപ്പോഴും നമ്മൾ അതേപോലെ ആയിരിക്കില്ല എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മുടെ കുറേ എലമെന്റ്സ് വെച്ചിട്ട് നമ്മുടെ മൈൻഡിലാണ് ആ ട്രൂത്ത് ഉണ്ടാവുന്നത്, പുറത്തല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നമ്മുടെ പ്രൊട്ടഗോറസ്. അപ്പോൾ പ്രൊട്ടഗോറസ് ഹെറാക്ലിറ്റസ് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു, നമുക്കൊരു പുഴയിലേക്ക് ഒരു പ്രാവശ്യം ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ എന്ന്. പക്ഷെ അതിനൊന്നും കൂടെ മാറ്റിയിട്ട് പ്രൊട്ടഗോറസ് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു പുഴയിൽ ഒരു പ്രാവശ്യം പോലും ഇറങ്ങാൻ വേണ്ടി പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുഴ എടുത്തു, ആ പുഴയിൽ ഒരു 10 ആൾക്കാർ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ 10 ആൾക്കാരും ആ പുഴേനെ 10 തരത്തിലായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പൊ എന്താണ്, നമുക്ക് എക്സാക്ട് ആയിട്ടുള്ള പുഴ എന്താണെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ വേണ്ടിയിട്ടോ അതിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടോ പറ്റില്ല. ഈ 10 ആൾക്കാർ 10 തരത്തിൽ, ഒരാൾ പറയുന്നത് നല്ല തണുപ്പുണ്ട്, ഒരാൾ പറയുന്നത് റിഫ്രഷിംഗ് ആണ്, അങ്ങനെ 10 ആളും 10 തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്താലും ആ 10 എക്സ്പ്ലനേഷനിൽ ഒന്നുപോലും എന്തല്ല, തെറ്റല്ല. എല്ലാവരുടെ എക്സ്പ്ലനേഷൻസും അല്ലെങ്കിൽ എല്ലാവരുടെ എക്സ്പീരിയൻസ് എന്താണ്, വാലിഡ് ആണ്. പക്ഷെ ചിലത് കുറച്ചും കൂടെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഒരു സോഷ്യൽ ഹാർമണിയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന എക്സ്പീരിയൻസസിനെ അല്ലെങ്കിൽ പെർസെപ്ഷൻസിനെയും അണ്ടർസ്റ്റാൻഡിങ്സിനെയും ബിലീഫ്സിനെയും ഐഡിയാസിനെയും ആയിരിക്കും നമ്മൾ കൂടുതൽ വാല്യൂ ചെയ്യുക. അപ്പം നമ്മൾ യൂട്ടിലിറ്റിക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നാണ് നമ്മുടെ പ്രൊട്ടഗോറസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുള്ളി അതുപോലെ തന്നെ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള കേസിൽ ഒരു അഗ്നോസ്റ്റിക് ആയിട്ടുള്ള സ്റ്റാൻഡ് ആയിരുന്നു. നമുക്കത് ഈ ഒരു നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ലൈഫ് സ്പാൻ ഒക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഐഡിയനെ പറ്റിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല എന്നൊരു സ്റ്റാൻഡായിരുന്നു പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ അടുത്ത വരുന്ന ആളാണ് നമ്മുടെ ഗോർജിയാസ്. ഗോർജിയാസ് ആണ് ഈ ട്രയോഡ് ഓഫ് സ്കെപ്റ്റിക്കൽ ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നത്. അതിൽ 3 എലമെന്റ്സ് ആണ് വരുന്നത്. ഒന്ന് പുള്ളി പറഞ്ഞത് ഒരു സാധനവും എക്സ്റ്റേണൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് എന്താണ് ഈ സാധനം പുറത്തൊരു സാധനം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു ഫിസിക്കൽ വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന് നമുക്ക് നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സെൻസറി സിസ്റ്റവും കാര്യങ്ങളൊന്നും വെച്ചിട്ട് അറിയാൻ വേണ്ടി പറ്റത്തില്ല. ഇനി ഇപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു ഫിസിക്കൽ വേൾഡ് പുറത്തുണ്ട്, അതിനെ നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പ്രോപ്പറായിട്ട്. നമ്മുടെ നോളജ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, അതുപോലെ തന്നെ അത് പ്രൈവറ്റ് ആണ്. നമുക്കതിൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ള സെൻസറി ഇംപ്രഷൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഒരിക്കലും പുറത്തുള്ള ഒരു സാധനം എന്താണെന്നുള്ളത് ഒബ്ജക്റ്റീവ്ലി കാണാൻ വേണ്ടി പറ്റില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ സെൻസറി ആൻഡ് ബ്രെയിനിലുള്ള ഓൾറെഡി ഉള്ള ഫിൽറ്റേഴ്സിൻ്റെ ഉള്ളിൽ കൂടെയാണ് കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുറത്തൊരു വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെ കോംപ്രഹെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനിയിപ്പോൾ നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റിയെന്നിരിക്കട്ടെ, പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മുടെ തോട്ട്സും അതുപോലെ തന്നെ നമ്മൾ ആ തോട്ട്സിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സും തമ്മിൽ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു കളർ കണ്ടാൽ റെഡ് ആണെന്ന് പറയും, പക്ഷെ റെഡ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമല്ല, കളറല്ല. പക്ഷെ എന്താണ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേര് മാത്രമാണ് റെഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് റെഡിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആൻഡ് ഞാൻ ഈ പറയുന്ന റെഡിനെ വേറൊരാൾ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ആൻഡ് ഇത് ഒരുപോലെയാണെന്ന് തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കോമൺ ആയിട്ടുള്ള വേർഡ് റെപ്രസെന്റ് ചെയ്യുന്നു, പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം എവിടെയാണ്, നമ്മൾക്ക് നമ്മുടെ ഒരു പ്രൈവറ്റ് വേൾഡിലാണ് ഇരിക്കുന്നത്. അതാണ് ഈ ഗോർജിയാസിന്റെ ട്രയാഡ് ഓഫ് സ്കെപ്റ്റിക്കൽ ആർഗ്യുമെന്റ്. ഗോർജിയാസ് ഈ ഒരു ഐഡിയയിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള 2 പൊസിഷൻസ് ആണ്. ഒന്ന് നിഹിലിസം. നിഹിലിസത്തിൽ പുള്ളി പറയുന്നത് നമ്മൾ യൂഷ്വലി ഉള്ള ആ ഒരു പർപ്പസ് ഇല്ല ലൈഫിനൊരു മീനിങ് ഇല്ല, അങ്ങനത്തെ നിഹിലിസം അല്ല. ഇതിൽ നമുക്കൊരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ട്രൂത്തിലോട്ട് എത്തിച്ചേരാൻ വേണ്ടി പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു നിഹിലിസമാണ്. ഇതൊരു എപ്പിസ്റ്റമോളജിക്കൽ നോളജ് ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നോളജിൽ നമുക്കൊരു ട്രൂത്തിലോട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ അതെന്താണെന്ന് അറിയാൻ വേണ്ടി പറ്റില്ല. നോളജ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്, ഒബ്ജക്റ്റീവ് അല്ല. അപ്പൊ എന്താണ് കുറച്ചും കൂടെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ട്രൂത്ത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതിൽ നിന്നാണ് പുള്ളിയുടെ ഗോർജിയാസിന്റെ ഒരു നിഹിലിസം വരുന്നത്. അതേ സ്ഥാനത്ത് സൊളിപ്സിസം പുള്ളിയുടെ വേറൊരു ഐഡിയ ആയിട്ട് വരുന്നതാണ് ഈ സൊളിപ്സിസം. സൊളിപ്സിസത്തിൽ പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ മൈൻഡിന്റെ ഉള്ളിൽ ലോക്ക്ഡ് ആണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം, നമ്മൾ ഇപ്പം കേൾക്കുന്നതായിക്കോട്ടെ, കാണുന്നതായിക്കോട്ടെ, ടച്ച് ചെയ്യുന്നതായിക്കോട്ടെ, ഇതെല്ലാം എവിടെയാണ് നടക്കുന്നത്, നമ്മുടെ കോൺഷ്യസ്നെസ്സിന്റെ ഉള്ളിലാണ്. ആൻഡ് ഈ കോൺഷ്യസ്നെസ് എന്താണ്, മറ്റുള്ള ആൾക്കാരുടെ മൈൻഡിൽ നിന്ന് ലോക്ക്ഡ് ആണ്. എൻ്റെ കോൺഷ്യസ് മൈൻഡിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ, ആൻഡ് വേറൊരാളുടേത് വേറൊരാൾക്ക് മാത്രമേ അറിയുള്ളൂ. അവിടെയാണ് ദ പ്രോബ്ലം ഓഫ് അതർ മൈൻഡ്സ് വരുന്നത്. അതായത് നമുക്ക് എങ്ങനെയാണ് മറ്റൊരാളുടെ മൈൻഡിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പറ്റുക. ഇപ്പം എൻ്റെ ഉള്ളിൽ തോട്ട്സ് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ മറ്റൊരാൾ തിങ്ക് ചെയ്യുന്നുണ്ടോ, അയാൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ വേണ്ടി പറ്റും. അവിടെയാണ് ഈ പീ സോംബീസ് വരുന്നത്. പീ സോംബീസ് എന്ന് പറയുമ്പം ഫിലോസഫിക്കൽ സോംബീസ് എന്ന് പറയും. അതിൽ പറയുന്ന ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഒരു പേഴ്സണെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വിടുകയാണ്. ഇയാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്ക് മനുഷ്യന്മാർ റിയാക്ട് ചെയ്യുന്നത് പോലെ റിയാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ദേഷ്യം വന്നാൽ അയാൾ ചൂടാകും, എന്തെങ്കിലും ചൂടുള്ള സാധനത്തിൽ കൈ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കൈ വലിക്കും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്യും. പക്ഷേ പുള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നർ എക്സ്പീരിയൻസ് ഇല്ല, കോൺഷ്യസ്നെസ് ഇല്ല. അങ്ങനെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പീ സോംബി നമ്മുടെ ഇടയിൽ കൂടെ നടക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഫിലോസഫിക്കൽ സോംബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയ. ഇത് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലം ഓഫ് അതർ മൈൻഡ്. അതർ മൈൻഡ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതർ മൈൻഡ്സ് എന്താണ് പെർസീവ് ചെയ്യുന്നത്, അവരെന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മൾ ഓരോ കോൺഷ്യസ് മൈൻഡ്സും എന്താണ്, ലോക്ക്ഡ് ആണ്, നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ ലോക്ക്ഡ് ആണ്. അതാണ് ഗോർജിയാസിന്റെ ഐഡിയ ആയിട്ട് വരുന്നത്. പിന്നെയാണ് നമുക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കുറച്ചും കൂടെ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിട്ട് വരുന്ന സോക്രേറ്റ്സിൻ്റെ ഒക്കെ കാലഘട്ടം എത്തുന്നത്. സോക്രേറ്റ്സ് വിശ്വസിക്കുന്നത് അനുസരിച്ചിട്ട് ഈ ട്രൂത്ത് അല്ലെങ്കിൽ നോളജ് ഒക്കെ എവിടെയാണുള്ളത്, നമ്മുടെ മൈൻഡിൻ്റെ അകത്താണുള്ളത്. അപ്പം നമുക്ക് നോളജ് കിട്ടണമെങ്കിൽ നമ്മൾ ഇൻവേർഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ഇൻട്രോസ്പെക്ട് ചെയ്യണം. അപ്പം നമ്മൾ ഈ റീസൺ ചെയ്തിട്ടാണ് നോളജ് അക്വയർ ചെയ്യുന്നത് എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ റാഷണലിസ്റ്റുകൾ. റാഷണലിസ്റ്റുകളാണ് പറയുക, നമുക്ക് നോളജ് കിട്ടേണ്ടത് എവിടെ നിന്നാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മൾ റീസൺ ചെയ്ത് ലോജിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് നോളജിൽ എത്തിച്ചേരേണ്ടത്. അങ്ങനെ വിശ്വസിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ സോക്രേറ്റ്സ്. സോക്രേറ്റ്സിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള സെയിങ് ആണ് നോ തൈസെൽഫ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സോളിനെ, നമ്മുടെ മൈൻഡിനെ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആളുടെ ഒരു ഡിക്ലറേഷൻ ആണ്, ദ ലൈഫ് വിച്ച് ഈസ് അൺഎക്സാംഡ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. നമ്മൾ നമ്മുടെ ലൈഫിനെ, നമ്മുടെ സോളിനെ, നമ്മുടെ മൈൻഡിനെയൊക്കെ എക്സാമിൻ ചെയ്തില്ലെങ്കിൽ അത് ലിവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർത്തി ആയിട്ടുള്ള ഒരു ലൈഫല്ല.
പുള്ളി അതുപോലെ പുള്ളീനെയായിരുന്നു ആ കാലഘട്ടത്തിൽ പല ആൾക്കാരും അവിടെ ജീവിച്ചിരുന്നതിൽ ഏറ്റവും നോളജ് ഉള്ള പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പുള്ളി പറയും, എനിക്ക് എന്നെപ്പറ്റി അറിയുന്ന ഒരേ ഒരു കാര്യം എനിക്ക് ഒന്നും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ എന്നെ ഭയങ്കര നോളജ് ഉള്ള പേഴ്സൺ ആയിട്ട് കാണുന്നത് എന്ന് പുള്ളി ഇങ്ങനെ ക്വസ്റ്റ്യൻ അടിച്ച് നടക്കുമ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് മറ്റുള്ള പല ആൾക്കാരും മറ്റുള്ള പല ഫിലോസഫേഴ്സും തനിക്ക് ഒന്നും അറിയില്ല എന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡിയല്ല. അപ്പൊ അവരുടെയൊക്കെ ഒരു അറഗൻസ് എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം അറിയാം എന്നൊരു വൈബിലാണ് അവർ നടക്കുക. അതുകൊണ്ടാണ് ആ ഒരു ഇഗ്നോറൻസ് അവരുടെ ഉള്ളിലൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അവരെക്കാളും ബെറ്റർ ആവുന്നത് എന്ന രീതിയിലാണ് സോക്രട്ടീസ് എത്തിയിട്ടുള്ള ഒരു കൺക്ലൂഷൻ. അപ്പൊ പുള്ളി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു സോക്രേറ്റിക് മെത്തേഡ്. സോക്രേറ്റിക് മെത്തേഡിൽ പുള്ളി ചെയ്യുന്നത്, പുള്ളി ഇപ്പോൾ രാവിലെ കുളിച്ച് റെഡി ആയിട്ട് നമ്മുടെ ഏതൻസിലൂടെ ഇങ്ങനെ നടക്കുമ്പം ആൾക്കാരെ കണ്ടിട്ട് പിടിച്ചു നിർത്തിയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് അങ്ങ് ചോദിക്കും. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ധൈര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ഇത് കേട്ടിട്ടുള്ള ആൾ റെസ്പോണ്ട് ചെയ്യും, ധൈര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എന്തിനേയും നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റിയാണ് ധൈര്യം. അപ്പോൾ സോക്രട്ടീസ് വീണ്ടും ചോദിക്കും, അപ്പോൾ നിങ്ങളെ ഒരു ആന കുത്താൻ വന്നാലും അതിൻ്റെ മുന്നിൽ പോയിട്ട് നെഞ്ചു നിവർത്തി നിൽക്കുന്നതാണോ ധൈര്യം? അപ്പൊ ഇത് കേട്ടിട്ട് ഇയാൾ ഒന്നും കൂടെ ആലോചിച്ചിട്ട് പറയും, അത് പറ്റൂല, നമ്മളൊന്ന് ആലോചിച്ചും കണ്ടൊക്കെ ചെയ്യണം, നമ്മുടെ സേഫ്റ്റി ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങനെ പറഞ്ഞു. അപ്പൊ സോക്രട്ടീസ് എന്ത് ചെയ്യും, അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ഫൈനലി ഇവരെ എന്താണ് ഈ ഒരു ധൈര്യം എന്നതിനൊരു എക്സാക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷനിലോട്ട് എത്തും എന്നുള്ളതാണ് പുള്ളിയുടെ സോക്രറ്റിക് മെത്തേഡ്. ഇതാണ് നമ്മളിപ്പോൾ എവിടെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ CBT ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സോക്രറ്റിക് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ക്ലയൻസിന്റെ കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിനൊക്കെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ, അതിനെന്താണ് വേറെ എവിഡൻസ് ഉള്ളത്, അല്ലെങ്കിൽ വേറൊരു പെർസ്പെക്റ്റീവിൽ എങ്ങനെ ചിന്തിക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ച് അവരുടെ ആ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള തോട്ടിനെ നമ്മൾ കുറച്ചും കൂടെ അഡാപ്റ്റീവ് ആയിട്ടുള്ള തോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു സോക്രേറ്റിക് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അത് വരുന്നത് സോക്രേറ്റ്സിന്റെ ഐഡിയയിൽ നിന്നാണ്. അപ്പം നമ്മുടെ സോക്രേറ്റ് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് എന്താണ്, ഇൻഡക്റ്റീവ് ഡെഫിനേഷൻ ആണ്. ഇൻഡക്റ്റീവ് ഡെഫിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽ എക്സാമ്പിൾസിൽ നിന്ന് ലൈക് സ്പെസിഫിക് ആയിട്ടുള്ള കുറേ എലമെന്റ്സിൽ നിന്ന് ഒരു ജനറൽ കോൺസെപ്റ്റിലോട്ട് എത്തുന്നതാണ് ഇൻഡക്റ്റീവ് ഡെഫിനേഷൻ. അപ്പോൾ പുള്ളി പൊതുവെ യൂസ് ചെയ്യുക അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഐഡിയാസ് ആയിട്ടുള്ള ജസ്റ്റ് ട്രൂത്ത്, കറേജ്, അല്ലെ ബ്യൂട്ടി, ഇങ്ങനത്തെ എലമെന്റ്സിനെ പറ്റിയിട്ടായിരിക്കും പുള്ളി ചോദിക്കുക. അപ്പോൾ പുള്ളി കുറേ ആൾക്കാരോട് ഇതിനെപ്പറ്റി ചോദിക്കും, അതിൽ നിന്നെല്ലാം ഉള്ള തീംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മളൊരു ജനറൽ കോൺസെപ്റ്റിലോട്ട് എത്തും. അപ്പോൾ പുള്ളി പറയുന്നതനുസരിച്ചിട്ട് ഒരു കാര്യം നമ്മൾ അറിയുന്നുണ്ട്, എനിക്കത് അറിയാം എന്ന് പറയണമെങ്കിൽ നമുക്കതിൻ്റെ ട്രൂ എസെൻസ് മനസ്സിലായിട്ടുണ്ടാവണം. നമ്മൾ ഒരു ഫ്ലവർ നോക്കിയിട്ട് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, ബ്യൂട്ടിഫുൾ ആണല്ലോ എന്ന് പറയുമ്പം എന്താണ് ബ്യൂട്ടി, എന്തുകൊണ്ടാണ് ഈ ഫ്ലവർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ട്രൂ എസെൻസ് അറിയാൻ വേണ്ടി പറ്റണം. ആൻഡ് സോക്രേറ്റിനെ സംബന്ധിച്ച് നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി എന്താണ്, സെപ്പറേറ്റ് ആണ്. മൈൻഡ് ആൻഡ് ബോഡി സെപ്പറേറ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഡുവലിസ്റ്റുകൾ. അപ്പോൾ സോക്രേറ്റ്സ് ഒരു ഡുവലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളി പറയുന്ന അനുസരിച്ച് നമ്മുടെ സോൾ അല്ലെങ്കിൽ സൈക്കിയാണ് ബോഡീനെക്കാളും സുപ്പീരിയർ ആയിട്ടുള്ളത്. ആൻഡ് ഈ സോളാണ് നമ്മളെ മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് നല്ലത് ചീത്തത്, എന്താണ് ശരി എന്താണ് തെറ്റ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഒരു സോളാണ്. അങ്ങനെ നമ്മുടെ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സോക്രേറ്റ്സ് ഒരു 399 BC ആ ഒരു സമയത്തൊക്കെ എത്തുന്ന സമയത്ത്, പുള്ളി ഒരു 70 വയസ്സൊക്കെ ഉള്ള സമയത്ത് പുള്ളീനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏതൻസിലുള്ള ഗവൺമെന്റ് പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ, ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടിലുള്ള ദൈവങ്ങളെ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാണ്, അല്ലെങ്കിൽ നാട്ടുകാരുടെ അടുത്ത് ഈ യങ് ആയിട്ടുള്ള പീപ്പിളൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ വഴിതെറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏതൻസിലുള്ള ഗവൺമെന്റ് നമ്മുടെ സോക്രേറ്റ്സിനെ പിടിച്ചിട്ട് ജയിലിലിട്ടു. അങ്ങനെ ജയിലിലിട്ട സോക്രേറ്റ്സിന് നമ്മൾ 2 ഓപ്ഷനാണ് കൊടുത്തത്. ഒന്നെങ്കിൽ ഏതൻസിൽ നിന്ന് ഓടിപ്പോകാം, അല്ലെങ്കിൽ മരിച്ചു പോവാം, അതായത് വിഷം കുടിച്ചിട്ട് മരിക്കാം. സോക്രേറ്റോ ചൂസ് ചെയ്തത് ഈ ഒരു ഓപ്ഷനായിരുന്നു. അങ്ങനെയാണ് പുള്ളി മരിക്കുന്നത്. സോക്രേറ്റ്സിന്റെ ശിഷ്യനായിട്ട് വരുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയിട്ടാണ് നമ്മുടെ പ്ലേറ്റോ എത്തുന്നത്. പ്ലേറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുടെ സ്കൂളാണ് ദ അക്കാദമി. ആള് ഈ ഡ്യുവലിസം പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള പേഴ്സണാണ്. നമ്മുടെ സോളിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബോഡി ഇല്ലാണ്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ആൻഡ് സോളാണ് സുപ്പീരിയർ എന്ന് വിശ്വസിച്ചിട്ടുള്ള ആളാണ് പ്ലേറ്റോയും. ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് ഈ തിയറി ഓഫ് ഫോംസ്. തിയറി ഓഫ് ഫോംസ് ഇവർ പറയുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഫിസിക്കൽ വേൾഡിലുള്ള എല്ലാ സാധനങ്ങളും ഈ നമ്മുടെ ഒരു എന്താ പറയുക ഇൻഫീരിയർ മാനിഫെസ്റ്റേഷൻസ് ആണ്, അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കോപ്പീസ് ആണ്. നമ്മുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സോളിന്റെ ഉള്ളിൽ കിടക്കുന്ന കുറെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഫോംസ് അല്ലെങ്കിൽ ഐഡിയാസ് ഉണ്ട്. ഇതിന്റെ ഇൻഫീരിയർ മാനിഫെസ്റ്റേഷൻസ് ആണ് നമ്മൾ ഈ വേൾഡിൽ കാണുന്ന ഓരോ സാധനവും. നമ്മളിപ്പോൾ ഒരു പൂച്ചേനെ കാണുകയാണ്, അപ്പം നമ്മൾ ഈ പൂച്ചേനെ കാണുകയാണെങ്കിൽ വേറെ
നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ആ ഇത് പൂച്ചയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ വേറൊരു പൂച്ചയുണ്ട്, അത് ഈ പൂച്ചയിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഏഹ് അപ്പം നമുക്ക് ഇതിനെ കണ്ടാലും അറിയാം നമുക്കിത് പൂച്ചയാണ്. അങ്ങനെ കുറേ പൂച്ചകളുണ്ട്. അപ്പം ഈ പൂച്ചകളെല്ലാം നമ്മുടെ ഈ വേൾഡിൽ കാണുന്ന ഈ പൂച്ചകളെല്ലാം എന്താണ്, നമ്മുടെ ഈ ട്രൂ ഐഡിയ ഉണ്ട്, നമുക്കൊരു അബ്സ്ട്രാക്ട് ഫോം ഉണ്ട് എന്താണ് പൂച്ച എന്നുള്ളത്. അത് നമ്മുടെ സോളിന്റെ ഉള്ളിലുള്ളതാ, നമുക്ക് ഇന്നറായിട്ട് നമ്മുടെ മൈൻഡിലുള്ളതാ. ആ ഐഡിയൽ ഫോമിന്റെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കോപ്പീസിനെയാണ് നമ്മൾ ഈ വേൾഡിൽ കാണുന്നത് മൊത്തം. അപ്പൊ പുള്ളി പറയുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് കിട്ടുന്ന സെൻസറി ഇൻഫർമേഷൻ ശരിക്കുള്ള നമ്മുടെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫോംസിനെ ഐഡിയാസിനെയൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യാണ്. അപ്പോൾ സെൻസറി കാര്യങ്ങളെക്കാളും നമ്മൾ റീസണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നമ്മുടെ പ്ലേറ്റോ. പ്ലേറ്റോയുടെ ഈ ഐഡിയ ഒക്കെ വരുന്നതാണ് അലിഗറി ഓഫ് ദ കേവ്. അലിഗറി ഓഫ് ദ കേവിലെ കഥ പുള്ളി പറയുന്നത്, ഈ കുറച്ച് ആൾക്കാരെ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഇവരെ പിടിച്ചിട്ട് ഈ ഒരു കേവിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട് പ്രിസണേഴ്സ് ആയിട്ട് ഇട്ടു. ആൻഡ് ഇവരുടെ ലൈഫിലുള്ള ആകെയുള്ള ഒരു വേൾഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഫയർ ബാക്കിൽ ഇങ്ങനെ കത്തുന്നുണ്ടാകും, ആൻഡ് കുറച്ച് ആൾക്കാർ ഇതുപോലെ സാധനങ്ങളായിട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഇവിടെ ഒരു മതിലുള്ളതുകൊണ്ട് ഇവരെ ഒന്നും ഇവർക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ആകെ ഇവർ കാണുന്നത് ഇത് കാസ്റ്റ് ചെയ്യുന്ന ഷാഡോ ഉണ്ടാവും. ഈ ഷാഡോ മാത്രമാണ് ഈ പ്രിസണേഴ്സ് കാണുക. അവരുടെ എൻ്റെ ലൈഫിൽ ഇവർ ഈ ഷാഡോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് റിയൽ വേൾഡ് എന്ന് പറയുന്നത് ഈ ഷാഡോസ് ആണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഒരു പ്രിസണർ ഒരിക്കൽ പുറത്തേക്ക് പോകുന്നു. ഈ കേവിന്റെ വെളിയിൽ എത്തുമ്പോഴാണ് പുള്ളിക്ക് വേറൊരു വേൾഡ് ഉണ്ടെന്നുള്ളത് അറിയുന്നത്. ആദ്യം ആൾക്കാർ സണ്ണിന്റെ ലൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരുന്നു, കാരണം കേവിന്റെ ഉള്ളിൽ ഇരുട്ടായിരുന്നല്ലോ. അപ്പോൾ പുറത്തുള്ള ആ ലൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരുന്നു. എനിവേ പുള്ളി പുറത്തൂടെയൊക്കെ നടന്ന് കാര്യങ്ങൾ മനസ്സിലായപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് ഇവര് ഇതിന്റെ ഉള്ളിൽ കണ്ടിട്ടുള്ള ഷാഡോ അല്ല ശരിക്കുള്ള സാധനങ്ങൾ, ശരിക്കുള്ള എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായത്. അങ്ങനെ പുള്ളി എന്ത് ചെയ്യും, തിരിച്ച് ഈ പ്രിസണേഴ്സിന്റെ അടുത്തേക്ക് എത്തും. എന്നിട്ട് ഈ പ്രിസണേഴ്സിനോട് പറയും, എടാ നമ്മൾ കണ്ടതൊന്നും അല്ലടാ വേൾഡ് പുറത്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഷാഡോ ഈ കുതിരയൊന്നും ഇങ്ങനെയല്ല, അല്ലെങ്കിൽ ഈ സാധനം ഇങ്ങനെയല്ല എന്നിങ്ങനെ പറയും. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നണേ, ബാക്കിയുള്ള ആൾക്കാർ എന്ത് പറയും, ഒന്ന് പോടാ നീ എന്ത് പൊട്ടത്തരാ പറയുന്നതെന്ന് ചോദിക്കും. കാരണം ഇവരെന്ത് ചെയ്തിട്ടില്ല, പുറത്തു പോയിട്ട് അങ്ങനെ ഒരു വേൾഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഈവൻ നമ്മുടെ ഈ പുറത്തു പോയി തിരിച്ചു വന്നിട്ടുള്ള ഈ ഒരു പ്രിസണർ ഇവരെടുത്ത് വാ നമുക്ക് പുറത്തു പോയിട്ട് മറ്റേ വേൾഡ് എക്സ്പീരിയൻസ് ചെയ്യാം, അതാണ് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള വേൾഡ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാരും കൂടെ ഇയാൾക്ക് ഭ്രാന്താണെന്ന് പറയും, അല്ലെങ്കിൽ ഇയാളെ തല്ലിക്കൊല്ലാൻ വേണ്ടി നോക്കും എന്ന് പ്ലേറ്റോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നമ്മുടെ സോക്രേറ്റ്സിനെ ഏതൻസിലുള്ള ആൾക്കാർ കൊന്നത് കണക്ട് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ അലഗറി ഓഫ് ദ കേവ്സിൽ ഈ കേവ് റെപ്രസെന്റ് ചെയ്യുന്ന നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള എംബ്രിക്കൽ ആയിട്ടുള്ള വേൾഡ് ആണ്. അതായത് നമ്മൾ ഈ കാണുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, ഇത് ചിലപ്പോൾ ഷാഡോസ് ആയിരിക്കാം. നമ്മൾ ഈ കാണുന്ന ഈ ഒരു പേന ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഫോൺ ആയിക്കോട്ടെ, ഈ സാധനങ്ങളൊക്കെ എന്താവാം, ചിലപ്പം ശരിക്കുള്ള ഒരു ട്രൂ ഫോമിന്റെ ഷാഡോസ് ആയിരിക്കും. നമ്മൾ എൻ്റയർ ലൈഫ് ഈ ഷാഡോസ് മാത്രം കണ്ടതുകൊണ്ട് നമുക്കത് റിയൽ വേൾഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കാം. അപ്പൊ ഈ ഷാഡോ എന്താണ്, അവര് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഷാഡോസ് ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ സെൻസറി പെർസെപ്ഷൻസ്. നമ്മൾ ഈ ഒരു സാധനത്തിൽ നോക്കുമ്പോൾ ഇതൊരു പെന്നാണെന്ന് നമ്മൾ കാണുന്നത് ഈ പ്രിസണേഴ്സ് കണ്ടിട്ടുള്ള ഷാഡോസ് ആണ്. കേവ് എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന വേൾഡും. ആൻഡ് സൺ ആണ് ഈ ട്രൂ ആയിട്ടുള്ള ഫോം, അബ്സല്യൂട്ട് ആയിട്ടുള്ള ട്രൂത്ത്. നമ്മൾ ഈ കാണുന്നതിൻ്റെ ഒക്കെ റിയൽ ആയിട്ടുള്ള ഫോം ഉണ്ടാവുമല്ലോ നമ്മുടെ മൈൻഡിൽ ഉണ്ടെന്ന് പ്ലേറ്റോ പറഞ്ഞിട്ടുള്ള ആ ഫോമാണ് ഈ അബ്സല്യൂട്ട് ട്രൂത്ത്. ആൻഡ് ഈ കേവിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ള ആളാണ് ഈ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ റീസൺ യൂസ് ചെയ്യാൻ വേണ്ടി തിങ്ക് ചെയ്യാൻ എബിലിറ്റി കിട്ടിയിട്ടുള്ള പേഴ്സൺ. ഇയാളുടെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരണം, ഫിലോസഫറായിട്ട് ഇയാൾ തിരിച്ചു വരണം, എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ഈ ഷാഡോസിൽ ജീവിക്കുന്നതിന് പകരം മറ്റൊരു വേൾഡ് ഉണ്ട്, അതാണ് റിയൽ ആയിട്ടുള്ള വേൾഡ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ അലിഗറി ഓഫ് ദ കേവിൽ വരുന്നത്. പിന്നെ വരുന്ന നമ്മുടെ പ്ലേറ്റോയുടെ ഐഡിയ ആണ് ഈ റെമിനിസൻസ് തിയറി ഓഫ് നോളജ്. അപ്പോൾ പുള്ളി പറയുന്ന അനുസരിച്ചിട്ട് നമ്മുടെ സോളും ബോഡിയും സെപ്പറേറ്റ് ആണല്ലോ. പുള്ളിനെ സംബന്ധിച്ച് സോൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ പ്രിസണറായിട്ട് ജീവിക്കുന്ന ഒരു പാർട്ടാണ് നമ്മുടെ സോള്. കാരണം ഈ സോള് ജീവിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള ഒരു റെൽമിലായിരുന്നു, എല്ലാ പെർഫെക്റ്റ് ഫോംസ് ഉള്ള എല്ലാം അറിയുന്ന ഒരു റെൽമിലായിരുന്നു നമ്മുടെ സോൾ ഉണ്ടായിരുന്നത്. ആ സോൾ അങ്ങനെ നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോളജ് കിട്ടണേ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഉള്ളിലോട്ട് നോക്കണം, നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ആ ഒരു റീസണിങ് വഴിയാണ് നോളജ് ഗെയിൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ റാഷണലിസ്റ്റ് ആയിരുന്നു നമ്മുടെ പ്ലേറ്റോ. അപ്പോൾ പ്ലേറ്റോയുടെ പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ചിട്ട് നമ്മൾ സെൻസറി എക്സ്പീരിയൻസിൽ നിന്ന് പുതിയതായിട്ടൊന്നും അക്വയർ ചെയ്യുന്നില്ല, നമ്മളൊന്നും ലേൺ ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ സോളിന് അറിയുന്ന കാര്യങ്ങളെ റീകളക്ട് ചെയ്യുകയാണ്. ഇതിനെ പുള്ളി വിളിച്ച പേരാണ് ഈ അനാംനെസിസ്. അനാംനെസിസ് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ സോളിന് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളെ നമ്മൾ റീകളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അനാംനെസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻസറി എക്സ്പീരിയൻസ് എന്ത് ചെയ്യും, നമുക്ക് ഓൾറെഡി ഉള്ള നോളജിനെ
നമ്മളെ റിമൈൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ റിയൽ നോളജ് തരാൻ വേണ്ടിയിട്ട് സെൻസറി എക്സ്പീരിയൻസിന് പറ്റില്ല. സെൻസറി എക്സ്പീരിയൻസ് ആക്ച്വലി നമ്മുടെ ശരിക്കുള്ള നോളജിനെ ഒരു തടസ്സം പോലെയാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കണ്ടാമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതാണ് നമ്മുടെ റെമിനിസൻസ് തിയറി. റെമിനിസൻസ് തിയറിക്ക് ശേഷം വരുന്നതാണ് സോളിന്റെ 3 പാർട്ട് ഉള്ളതായിട്ടാണ് നമ്മുടെ പ്ലേറ്റോ പറഞ്ഞത്. ഒന്നാമത്തെ പാർട്ടാണ് നമ്മുടെ റീസൺ. ഇതാണ് നമ്മൾ തിങ്ക് ചെയ്യാനും റീസൺ ചെയ്യാനും ട്രൂത്ത് കണ്ടുപിടിക്കാനും നോളജ് സീക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട്. ഇതെവിടെയാണ്? നമ്മുടെ ഹെഡിലാണുള്ളത്. അടുത്തതാണ് പാഷൻ അല്ലെങ്കിൽ സ്പിരിറ്റ്. ഇത് നമ്മുടെ ഇമോഷൻസ്, ആങ്കർ, ഫിയർ, ലവ്, റേജ്, അതുപോലെ നമ്മുടെ ധൈര്യം, അങ്ങനത്തെയുള്ള കുറേ ഇമോഷൻസും കാര്യങ്ങളൊക്കെയാണ് പാഷൻ്റെ ഉള്ളിൽ വരിക. ഇത് നമ്മുടെ ചെസ്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നതാണ് അപ്പറ്റൈറ്റ്. അപ്പറ്റൈറ്റ് ആണ് നമ്മുടെ ഹങ്കർ, തേഴ്സ്റ്റ്, സെക്സ്, ബോഡി നീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസയേഴ്സിൽ വരിക. ഇതെവിടെയാണ്? നമ്മുടെ സ്റ്റൊമക്കിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്ലേറ്റോ പറയുന്നതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ഈ 3 പാർട്ട് ഉണ്ട്. പക്ഷേ ഓരോ ആൾക്കാർക്കും ഇത് പലതരത്തിലായിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് ചിലപ്പം റീസൺ ആയിരിക്കും കൂടുതൽ, മറ്റേ ആൾക്ക് അപ്പറ്റൈറ്റ് ആയിരിക്കും കൂടുതൽ. അപ്പം ഈ ഏത് പാർട്ടാണ്, ഏത് സോളാണ് ഡൊമിനേറ്റ് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ട് നമ്മൾ ആൾക്കാർക്ക് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കണം എന്നുള്ളതായിരുന്നു പ്ലേറ്റോയുടെ ഒരു ഐഡിയ. അങ്ങനെ പ്ലേറ്റോ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഉട്ടോപ്യൻ സൊസൈറ്റി ഉണ്ട്. അതിൽ ഈ വർക്കേഴ്സ് അല്ലെ സ്ലേവ്സ് ആയിട്ട് വരേണ്ട ആൾക്കാർ ഈ അപ്പറ്റൈറ്റ് ഡൊമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ അപ്പറ്റൈറ്റ് ആക്ച്വലി നമ്മുടെ ഫ്രോയിഡിൻ്റെ ഇഡായിട്ടൊക്കെ സിമിലർ ആണ്. അപ്പറ്റൈറ്റ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളൊരു ടെൻഡൻസിയാണ് അപ്പറ്റൈറ്റിനുള്ളത്. അപ്പം ഇങ്ങനത്തെ ആൾക്കാർ, അപ്പറ്റൈറ്റ് ഡൊമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെ നമ്മൾ സ്ലേവ്സ് ഒക്കെ ആയിട്ടാണ് ആ ജോലി ഏൽപ്പിക്കേണ്ടത്. ഇനി പാഷൻ ഡൊമിനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലോ അവരെ നമ്മൾ സോൾജിയേഴ്സ് ആയിട്ട് കീപ്പ് ചെയ്യണം. ആൻഡ് റീസൺ ഡൊമിനേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെ ഫിലോസഫേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ കിങ്സ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതായിരുന്നു പ്ലേറ്റോയുടെ ഒരു ഐഡിയൽ ആയിട്ടുള്ള സൊസൈറ്റി. പിന്നെ നമ്മുടെ പ്ലേറ്റോയുടെ എല്ലാ ഐഡിയാസിലും ആൾക്കൊരു ഡ്യുവലിസം ഉണ്ടായിരുന്നു. ഡ്യുവലിസത്തിൽ 3 തരത്തിൽ പുള്ളിയുടെ ഡ്യുവലിസത്തെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒന്നാമത്തതാണ് മെറ്റാഫിസിക്കൽ ഡ്യുവലിസം. മെറ്റാഫിസിക്കൽ ഡ്യുവലിസം എന്ന് പറയുമ്പോൾ നമ്മുടെ വേൾഡിനെ 2 പാർട്ടായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. ഒന്ന് വേൾഡ് ഓഫ് ഫോംസ്, ഇതാണ് റിയൽ ആയിട്ടുള്ള വേൾഡ്, അതായത് സണ്ണ്, നേരത്തെ അലഗറി ഓഫ് ദ കേവിൽ സണ്ണ് പറഞ്ഞതുപോലെ. ആൻഡ് ഫിസിക്കൽ വേൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേവ് ആണ്. ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷാഡോസിൽ ജീവിക്കുന്ന കേവ് ആണ്. അങ്ങനെ നമുക്ക് 2 വേൾഡ് ഉണ്ട്. അതാണ് മെറ്റാഫിസിക്കൽ ഡ്യുവലിസം. രണ്ടാമത്തതാണ് എപ്പിസ്റ്റമോളജിക്കൽ ഡ്യുവലിസം. ഇത് പറയുന്നതനുസരിച്ച് റീസൺ അല്ലെങ്കിൽ നമ്മുടെ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോളജ്, നമ്മൾ റീസൺ ചെയ്തിട്ട് കിട്ടുന്ന ഒരു നോളജ് ഉണ്ട്, അതാണ് ആക്ച്വലി ഉള്ള ട്രൂത്ത്. ആൻഡ് രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ സെൻസസിലൂടെ കിട്ടുന്ന എക്സ്പീരിയൻസ്. അതെന്താണ്? ട്രൂത്ത് അല്ല, അത് എററാണ്. അപ്പം ഇങ്ങനെ നമുക്ക് നോളജിനെ 2ആയിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും, റീസൺ എന്നും സെൻസസ് എന്നും പറഞ്ഞിട്ട്. അതുപോലെ ഹ്യൂമനെ നമുക്ക് 2ആയിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. ഇമോർട്ടൽ ആയിട്ടുള്ള ഒരു സോള്, റാഷണൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു സോള് നമുക്കുണ്ട്. അതുപോലെ തന്നെ മോർട്ടൽ ആയിട്ടുള്ള ഒരു ബോഡി നമുക്കുണ്ട്. അതായിരുന്നു നമ്മുടെ പ്ലേറ്റോയുടെ ഡ്യുവലിസം. പ്ലേറ്റോയ്ക്ക് ശേഷം വരുന്ന ആളാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അരിസ്റ്റോട്ടിൽ നമ്മുടെ പ്ലേറ്റോയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ അരിസ്റ്റോട്ടലിൻ്റെ പല ഐഡിയാസിനും എഗെയിൻസ്റ്റ് ആയിട്ടാണ്, പ്ലേറ്റോയുടെ പല ഐഡിയാസിനും എഗെയിൻസ്റ്റ് ആയിട്ടാണ് അരിസ്റ്റോട്ടിൽ ആളുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അരിസ്റ്റോട്ടിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അരിസ്റ്റോട്ടിലിൻ്റെ സ്വന്തമായിട്ടുള്ള സ്കൂളിൻ്റെ പേരാണ് ഈ ലൈസ്യം. ലൈസ്യം ആണ് നമ്മൾ ലോകത്തിലെ ആദ്യത്തെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യാറുള്ളത്. കാരണം അതിന് അടിപൊളിയായിട്ടുള്ളൊരു ലൈബ്രറി ഉണ്ട്, നല്ല ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ കുറേ ടീച്ചിങ് മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ലൈസ്യത്തിനെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആയിട്ട് കാണുന്നത്. ആൻഡ് പുള്ളി എഴുതിയിട്ടുള്ള ആദ്യത്തെ ബുക്കിനെയാണ് നമ്മൾ ഡി അനിമ എന്ന് പറയുന്നത്. പുള്ളി എഴുതിയിട്ടുള്ള ആദ്യത്തെ ബുക്കല്ല, സൈക്കോളജിയിലെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കാണ് ഡി അനിമ. ഡി അനിമയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പുള്ളിയുടെ മുന്നേ ഉണ്ടായിരുന്നിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ സൈക്കോളജിയുടെ ഒരു ഹിസ്റ്ററിയാണ് ആക്ച്വലി ഈ ഓൺ ദ സോൾ എന്ന് പറഞ്ഞിട്ടുള്ള അരിസ്റ്റോട്ടലിൻ്റെ ബുക്ക്. ഇതിനെയാണ് നമ്മൾ സൈക്കോളജിയുടെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ പുള്ളി പറയുന്ന അനുസരിച്ചിട്ട് നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ടല്ലോ, മെമ്മറി, സെൻസേഷൻ, തിങ്കിങ്, ഇതിനെയൊക്കെ നമുക്ക് ബയോളജിക്കൽ എലമെന്റ്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് ശ്രമിച്ചിട്ടുള്ള, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു അരിസ്റ്റോട്ടിൽ. അപ്പോൾ നമ്മുടെ ഒരു ഫിസിയോളജിക്കൽ സൈക്കോളജിയുടെ തുടക്കം, അല്ലെങ്കിൽ ഒരു ആദ്യത്തെ ഫിസിയോളജിക്കൽ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ അരിസ്റ്റോട്ടിലിനെ പറയാം. അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു? തൻ്റെ ടീച്ചറായിട്ടുണ്ടായിരുന്ന പ്ലേറ്റോയുടെ ഡ്യുവലിസം ഐഡിയനെ റിജക്ട് ചെയ്തു. പുള്ളിനെ സംബന്ധിച്ച് ബോഡിയും മൈൻഡും സിംഗിൾ എൻറ്റിറ്റിയാണ്. മൈൻഡിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ, അപ്പോൾ മൈൻഡ് ബോഡിയുടെ പാർട്ട് തന്നെ ആയിരിക്കും എന്ന രീതിയിൽ പുള്ളി എന്ത് ചെയ്തു? ഇത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളതാണ് ഈ റാഷണലിസം മാത്രമായിരുന്നല്ലോ പ്ലേറ്റോ ആയാലും അരിസ്റ്റോട്ടിൽ ആയാലും സോക്രേറ്റ്സ് ആയാലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന് പകരം നമ്മുടെ അരിസ്റ്റോട്ടിൽ പറയുന്നത് റാഷണലിസവും എംപ്രിസിസവും രണ്ടും നമുക്ക് വേണം. എംപ്രിസിസം പറയുന്നത് നമുക്ക് നോളജ് ഗെയിൻ ചെയ്യുന്നത് സെൻസറി ഇൻഫർമേഷനിൽ കൂടെയാണ്. അരിസ്റ്റോട്ടലിന്റെ വ്യൂ എന്തായിരുന്നു എന്ന് വെച്ചാൽ സെൻസറി ഇൻഫർമേഷൻ നമുക്ക് നെസസറി ആണ്.
ഈ സെൻസറി ഇൻഫർമേഷനിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയലിൽ നിന്നാണ് നമ്മുടെ റാഷണൽ മൈൻഡ് തിങ്ക് ചെയ്ത് റീസൺ ചെയ്ത് നോളജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് എലമെന്റും വേണം. സെൻസറി ഇൻഫർമേഷൻ നെസസറി ആണ്, പക്ഷേ സഫീഷ്യൻ്റ് അല്ല. സെൻസറി ഇൻഫർമേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ കൂടെ നമുക്ക് റീസൺ ചെയ്യാനുള്ള ആ റീസൺ ചെയ്യും കൂടെ ചെയ്താൽ മാത്രമേ നോളജ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഡോഗ് എന്താണെന്ന് അറിയണമെങ്കിൽ, ഒരു ഡോഗിൻ്റെ ട്രൂ എസൻസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറേ ഡോഗ്സിനെ ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ കോമൺ ആയിട്ടുള്ള കുറേ ഷെയ്ഡ് ക്യാരക്ടറിസ്റ്റിക്സിനെ ഐഡന്റിഫൈ ചെയ്താലേ നമുക്ക് ഡോഗ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെൻസും വേണം നമുക്ക്, അതിൻ്റെ കൂടെ റീസണിങ്ങും വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടലിന്റെ അടുത്ത എലമെന്റ് ആണ് നമ്മുടെ 4 കോസ്. 4 കോസിൽ ഇപ്പം നമ്മൾ എന്ത് സാധനം എടുത്താലും വേൾഡിൽ നമുക്ക് ഈ 4 കോസ് കാണാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ഒരു വുഡിന്റെ ടേബിൾ എടുക്കുകയാണ്. ഈ ടേബിളിന്റെ മെറ്റീരിയൽ കോസ് എന്ന് പറയുമ്പോൾ അത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്? വുഡിന്റെ ടേബിൾ ആകുമ്പോൾ അത് വുഡ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയത്, അതാണ് അതിന്റെ മെറ്റീരിയൽ കോസ്. ഫോമൽ കോസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ഫോം എങ്ങനെയാണ്, അതിന്റെ ഡിസൈൻ എങ്ങനെയാണ്, അതാണ് അതിന്റെ ഫോമൽ കോസ്. ആൻഡ് എഫിഷ്യന്റ് കോസ് എന്ന് പറഞ്ഞാലും എങ്ങനെയാണ് അത് അതിൻ്റെ ഒരു ഫോമിലോട്ട് എത്തിയത്, അതിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത് ഒരു കാർപ്പൻറ്റർ ആയിരിക്കും എനർജിയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അതിനെ ടേബിളാക്കി മാറ്റിയത്, അതാണ് എഫിഷ്യൻറ്റ് കോസ്. ആൻഡ് ഫൈനൽ കോസ് എന്ന് പറയുമ്പം അതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ആണ് ഫൈനൽ കോസിൽ വരിക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സ്. അപ്പം ഫൈനൽ കോഴ്സ് ആണ് ഏറ്റവും അവസാനത്തെ. ഒരു ടേബിളിന്റെ ഫൈനൽ കോഴ്സ് എന്താ? നമുക്ക് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റുക അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ടേബിളിന്റെ ഫൈനൽ കോഴ്സ്. അങ്ങനെ 4 കോഴ്സസ് ആണ് നമുക്കുള്ളത്. അപ്പൊ അരിസ്റ്റോട്ടലിന്റെ പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ചിട്ട് എല്ലാ സാധനത്തിനും അതിന് ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ബിൽട്ടിൻ ആയിട്ടുള്ള ഒരു പർപ്പസ് അല്ലെങ്കിൽ ടെലോസ് ഉണ്ടാവും. ഒരു ടെലോസ് നമുക്ക് ഉണ്ടാകും, ടെലോസ് അല്ലെങ്കിൽ പർപ്പസ് ഉണ്ടാകും. ഇതിൽ നിന്നാണ് നമ്മുടെ ടെലോസിയ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ബിൽട്ടിൻ ആയിട്ടുള്ള ടെലോസിനെ അല്ലെങ്കിൽ പർപ്പസിനെയാണ് നമ്മൾ എൻറ്റലക്കി എന്ന് പറയുന്നത്, എൻറ്റലക്കി അല്ലെങ്കിൽ ഇന്നർ ഗോൾ. അപ്പൊ എല്ലാ സാധനത്തിനും ഇത്തരത്തിലൊരു പർപ്പസ് ഉണ്ട് എന്നുള്ള വ്യൂ ആണ് നമ്മുടെ ടെലിയോളജി. പുള്ളി പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെലിയോളജി. അതുപോലെ പുള്ളിയുടെ വേറൊരു ഐഡിയ ആണ് സ്കേല നാച്ചുറ. സ്കേല നാച്ചുറ പറയുന്നത് നമുക്ക് ഈ ഒരു സാധനങ്ങളുടെ പർപ്പസും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഒരു ലീനിയർ ഹൈറാർക്കിയിൽ ഇവരെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമിൽ നിന്ന് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഫോമിലേക്ക് നമുക്കിതിനെ ഹൈറാർക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് ഈ അൺമൂവ്ഡ് മൂവർ. അൺമൂവ്ഡ് മൂവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്യുവർ ആയിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മോഷൻലെസ് ആയിട്ടുള്ള നമ്മളെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ കോസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ അൺമൂവ്ഡ് മൂവർ. ഈ അൺമൂവ്ഡ് മൂവറാണ് നാച്ചുറൽ എല്ലാ സാധനങ്ങളെയും അതിലേക്ക് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ അൺമൂവ്ഡ് മൂവർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു ഐഡിയ പോലെ തന്നെ നമ്മളൊരു ഗോഡ് എന്നൊക്കെ ഉള്ളത് പോലത്തെ ഒരു കോൺസെപ്റ്റ്. പക്ഷെ നമ്മൾ പറയുന്ന ഈ കൈയും കാലുള്ള മനുഷ്യന്മാരെ പോലെ ആക്ട് ചെയ്യുന്ന, പ്രാർത്ഥന കേൾക്കുന്ന അങ്ങനത്തെ ഗോഡല്ല, എല്ലാ സാധനത്തിനെയും കൺട്രോൾ ചെയ്യുന്ന അങ്ങനെ ഒരു എലമെന്റ് ആയിട്ടാണ് അൺമൂവ്ഡ് മൂവറിനെ പുള്ളി കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ തൊട്ട് താഴെ നമ്മുടെ ഈ ഒരു ബയോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിൽ വരുന്നത് ഹ്യൂമൻസ് ആണ്. പിന്നെ ഏറ്റവും അടിപൊളി പർപ്പസ് ഉള്ള ഏറ്റവും കോംപ്ലക്സ് ഫോം ഒക്കെ ഉള്ളത്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഹ്യൂമൻസ് ആണ്. ഹ്യൂമൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ആനിമൽസ്, പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും താഴെ പോകുന്നതാണ് നമ്മുടെ മാറ്റർ. മാറ്റർ ആണ് ഏറ്റവും ബോട്ടം ലെവലിൽ ഉണ്ടാവുക, അതാണ് ലീസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോം. അപ്പൊ അരിസ്റ്റോട്ടിൽ പറയുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ഹ്യൂമൻസിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത് റീസൺ ചെയ്യുക, നോളജ് ഗെയിൻ ചെയ്യുക, കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു സെൻസറി സ്റ്റേറ്റോ അല്ലെങ്കിൽ നമ്മൾ പ്ലഷർ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡോണിസം പോയിന്റ് ഓഫ് വ്യൂവിലാവരുത്. നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു പർപ്പസ്, മീനിങ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ നോളജ് ക്രിയേറ്റ് ചെയ്യുക, അതിലൊക്കെ ആയിരിക്കണം. അപ്പം അരിസ്റ്റോട്ടലിന്റെ ഒരു ഇഡോമോനിക് വ്യൂ ആയിരുന്നു അരിസ്റ്റോട്ടലിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഹാപ്പിനെസ്സിനെ പറ്റിയിട്ട്. അതുപോലെ അരിസ്റ്റോട്ടിൽ 3 സോൾസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പ്ലാന്റ്സിൽ ഉണ്ടാവുന്ന സോളാണ് വെജിറ്റേറ്റീവ് സോൾ. വെജിറ്റേറ്റീവ് സോളിന്റെ പർപ്പസ് ഗ്രോത്ത്, ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. പിന്നെ അടുത്ത ലെവലിലോട്ട് വരുമ്പോൾ ഉള്ള പ്രത്യേകത, അതിന്റെ തൊട്ട് മുന്നിൽ ഉണ്ടായിരുന്ന സോളിന്റെ ക്വാളിറ്റീസ് അതിനുണ്ടാകും. ഇപ്പോൾ പ്ലാന്റ് സോൾ, അനിമൽ സോൾ ആയിട്ട് വരുന്നതാണ് സെൻസിറ്റീവ് സോൾ, അനിമൽസിന്റെ ഉള്ളിൽ വരുന്നത്. അപ്പൊ അതിനെന്തുണ്ട്? പ്ലാന്റ്സിന്റെയും ഉണ്ട്, അതിന്റെ കൂടെ എക്സ്ട്രാ ഈ ഒരു സെൻസേഷൻ, പ്ലഷർ, പെയിൻ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എബിലിറ്റി അതും കൂടെ ഉണ്ടാകും. മൂവ്മെന്റ്, മെമ്മറി, അതൊക്കെ സെൻസിറ്റീവ് സോളിന്റെ പാർട്ടാണ്. അപ്പം അടുത്ത ലെവൽ വരുന്നതാണ് റാഷണൽ സോൾ, അതാണ് ഹ്യൂമൻസിനുള്ള സോൾ. ഇതിൽ എന്തൊക്കെയുണ്ട്? ഈ സെൻസിറ്റീവ് സോൾ ഉണ്ടാകും, വെജിറ്റേറ്റീവ് സോൾ ഉണ്ടാകും, അതിന്റെ കൂടെ റീസണിങ്ങിനും തിങ്കിങ്ങിനും ഉള്ള എബിലിറ്റിയും കൂടെ ഹ്യൂമൻസിന് ഉണ്ടാകും. അങ്ങനെയാണ് നമ്മുടെ 3 ടൈപ്പ് സോൾ വരുന്നത്. അതുപോലെ അരിസ്റ്റോട്ടലിന്റെ വേറെ ഐഡിയ ആണ് ഈ ലോസ് ഓഫ് അസോസിയേഷൻ. എങ്ങനെയാണ് 2 ഐഡിയാസ് കമ്പൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് മെമ്മറി ഫോം ചെയ്യുന്നത്, ഇതൊക്കെയാണ് ലോസ് ഓഫ് അസോസിയേഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ ഈ അസോസിയേഷൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ 2 കാര്യങ്ങൾ ഒരുമിച്ച് ലിങ്ക് ആവുന്നത് ഒന്ന് കണ്ടിഗ്യൂറ്റി വഴിയാണ്.
കണ്ടിന്യൂറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ടൈമിലോ സ്പേസിലോ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും, ഒരുമിച്ച് ലിങ്ക് ആകും. നമുക്കിപ്പോൾ ടൈമിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും മിന്നൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇടി ഉണ്ടാകും. അപ്പൊ നമുക്ക് മിന്നലും ഇടിയും എന്തായിട്ടുണ്ടാകും, ലിങ്ക് ആയിട്ടുണ്ടാകും. മിന്നലെന്ന് ഓർത്താൽ നമുക്ക് ഇടി ഓട്ടോമാറ്റിക് ഓർമ്മ വരും. പിന്നെ സ്പേസിൽ രണ്ട് സാധനങ്ങൾ ഒരുമിച്ച് വരാം. നമ്മളിപ്പോൾ പൊറോട്ട കഴിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ എപ്പോഴും ബീഫ് കഴിക്കുമെങ്കിൽ ഈ സാധനം എപ്പോഴും ഒരുമിച്ച് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അതെന്താണ്, അതും കണ്ടിന്യൂറ്റി വഴി നമുക്ക് ഈ പൊറോട്ട എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ബീഫ് ഓർമ്മ വരുന്നത് കണ്ടിന്യൂറ്റി വഴിയാണ്. ഇനി സിമിലാരിറ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പൊറോട്ട എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചപ്പാത്തി ഓർമ്മ വരും, ചപ്പാത്തി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബ്രെഡ് ഓർമ്മ വരും, നാൻ ഓർമ്മ വരും. അപ്പൊ ഈ സാധനങ്ങളൊക്കെ എന്താണ്, ഈ ചെതറിനോട് സിമിലർ ആണ്. അപ്പൊ പരസ്പരം സിമിലർ ആയിട്ടുള്ള എലമെന്റ്സും ലിങ്ക് ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരെണ്ണത്തിനെ ഓർക്കുമ്പോൾ മറ്റേത് ഓട്ടോമാറ്റിക് ആയിട്ട് ആക്ടിവേറ്റ് ആകും. പിന്നെ കോൺട്രാസ്റ്റ് ആണ്. കോൺട്രാസ്റ്റ് പറയുന്നത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനങ്ങളും ഇതുപോലെ ലിങ്ക് ആവും. ഹോട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഓർമ്മ വരിക കോൾഡ് എന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഡേ എന്ന് പറഞ്ഞാൽ നൈറ്റ് ആയിരിക്കും, ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ വൈറ്റ് ആയിരിക്കും. ഇതെന്താ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതും എന്താണ്, ലിങ്ക് ആവുന്നുണ്ട്. പിന്നെ ഫ്രീക്വൻസി ആണ്. ഒരേ കാര്യം വീണ്ടും 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 ഒരുമിച്ച് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ലിങ്ക് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആകും എന്നുള്ളതാണ് ലോ ഓഫ് ഫ്രീക്വൻസി പറയുന്നത്. പിന്നെ പുള്ളിയുടെ ഐഡിയ ആയിരുന്നു ഈ ഒരു സിലോജിസം. സിലോജിസം എന്താണ്, നമുക്ക് രണ്ട് അസ്യൂംഡ് ആയിട്ടുള്ള പ്രിമൈസിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിലോട്ട് എത്തുന്ന ഡിഡക്റ്റീവ് റീസണിങ്ങിനെയാണ് നമ്മൾ സിലോജിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ സിലോജിസത്തിൽ നമുക്ക് രണ്ട് പ്രിമൈസസ് ഉണ്ടാകും, അതിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിലോട്ട് എത്തും. ഈ കൺക്ലൂഷനിൽ ഉണ്ടാകുന്ന സബ്ജക്റ്റ് വരുന്ന ടേമിനെയാണ് ഈ സബ്ജക്റ്റിനെ, അല്ലെങ്കിൽ നമ്മുടെ കൺക്ലൂഷനിലുള്ള സബ്ജക്റ്റിനെയാണ് നമ്മൾ മൈനർ ടേം എന്ന് പറയാം. കൺക്ലൂഷനിലുള്ള പ്രെഡിക്കേറ്റിനെയാണ് നമ്മൾ മേജർ ടേം എന്ന് പറയാം. ഈ മൈനർ ടേം വരുന്ന പ്രിമൈസ് ഏതാണോ അതാണ് മൈനർ പ്രിമൈസ്, ആൻഡ് മേജർ ടേം വരുന്ന പ്രിമൈസ് ഏതാണോ അതാണ് മേജർ പ്രിമൈസ്. ഈ മൈനർ പ്രിമൈസിലും മേജർ പ്രിമൈസിലും ഉണ്ട്, എന്നാൽ കൺക്ലൂഷനിൽ ഇല്ലാത്ത ഒരു ടേം ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഈ മിഡിൽ ടേം എന്ന് പറയുന്നത്. ഇതാണ് ടിപ്പിക്കൽ ആയിട്ടുള്ള അരിസ്റ്റോട്ടലിന്റെ സിലോജിസത്തിന്റെ ഒരു സ്ട്രക്ചർ വരിക. അപ്പൊ ഈ രണ്ട് പ്രിമൈസസ് ഉണ്ടാകും, ഈ പ്രിമൈസിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷനിലോട്ട് എത്താൻ വേണ്ടി പറ്റും. ആൻഡ് പുള്ളിക്കാരൻ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഒരു ഹൈറാർക്കി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ഈ സെൻസിൽ നിന്ന് കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കുന്നത്. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലോവസ്റ്റ് ആയിട്ടുള്ള ലെവലാണ് സെൻസറി ഇൻഫർമേഷൻ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള 5 സെൻസിൽ നിന്ന് കിട്ടുന്ന സെൻസറി ഇൻഫർമേഷൻ. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ ചെവിയിൽ കൂടെ എത്തി തലച്ചോറിലെത്തുന്നുണ്ട്. എന്നെ നിങ്ങൾ കാണുന്ന, അല്ലെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവും, PPT കാണുന്നുണ്ടാവും, ആ ഇൻഫർമേഷൻ നിങ്ങളുടെ തലച്ചോറിലെത്തുന്നുണ്ടാവും. അങ്ങനത്തെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ഈ സെൻസറി ഇൻഫർമേഷൻ. ഇതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു വോൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകും, നമ്മളൊരു പെർസെപ്ഷൻ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകും. ഞാൻ പറയുന്നത് റാൻഡം സൗണ്ട്സ് അല്ലാതെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡായിട്ട്, ഈ വേർഡ് വായിക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു മീനിങ് ഒക്കെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നത് കോമൺ സെൻസിന്റെ ഉള്ളിൽ നിന്നും കൂടെയാണ്. ഇപ്പൊ നമ്മൾ ആപ്പിൾ കാണുവാണെന്ന് ഓർത്തോ, ആപ്പിളിന്റെ സെൻസറി ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, റൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഭയങ്കര ക്രഞ്ചിയാണ്, അതുപോലെ ഭയങ്കര സ്വീറ്റ് ആണ്. ഇതൊക്കെ എന്താണ്, സെൻസറി ഇൻഫർമേഷൻ സെപ്പറേറ്റ് ആയിട്ട് പോവാണ്. പക്ഷേ ഇതിന് നമ്മൾ ആപ്പിൾ എന്ന് പറയുമ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഒരു 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 ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോം ആയിട്ടാണ് കാണുന്നത്. അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കോമൺ സെൻസ്. പിന്നെ വരുന്നതാണ് നമ്മുടെ പാസീവ് റീസൺ. പാസീവ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇൻഫർമേഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെ യൂസ് ചെയ്തിട്ട് ഡെയിലി ലൈഫ് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, ആൾക്കാരുമായിട്ട് ഗെറ്റ് അലോങ് ചെയ്ത് സൊസൈറ്റിയിൽ ജസ്റ്റ് ഒന്ന് ജീവിക്കാനൊക്കെ സഹായിക്കുന്ന സാധനമാണ് ഈ പാസീവ് റീസൺ. അതേ സ്ഥാനത്ത് ആക്റ്റീവ് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, നമുക്ക് എക്സ്പീരിയൻസിൽ നിന്നൊക്കെ നോളജ്, അതുപോലെ തന്നെ ലോസ്, നേച്ചറിന്റെ ലോസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ പറ്റുന്ന ഹയർ ഫോം ഓഫ് തോട്ടാണ് ആക്റ്റീവ് റീസൺ. ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഹയറാർക്കി പോവുക. പിന്നെ നമുക്ക് 5 എക്സ്റ്റേണൽ സെൻസസ്, 5 ഫിസിക്കൽ സെൻസസിന്റെ പുറമെ 3 ഇന്റേണൽ സെൻസസും കൂടെ ഉണ്ടാവും. ഈ 3 ഇന്റേണൽ സെൻസസ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തത് നേരത്തെ പറഞ്ഞ കോമൺ സെൻസ്. കോമൺ സെൻസ് ആണ് നമുക്ക് വരുന്ന ഈ എക്സ്റ്റേണൽ സെൻസസിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട സാധനം നേരത്തെ പറഞ്ഞപ്പോൾ ഒരു ആപ്പിൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു ആപ്പിളായിട്ട് കാണാൻ വേണ്ടി, ജസ്റ്റ് ചുമപ്പ് വട്ടം എന്ന് പറഞ്ഞ് കാണാതെ ആപ്പിൾ എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി പറ്റുന്നത് കോമൺ സെൻസ് വഴിയാണ്. മെമ്മറി എന്ന് പറയുമ്പം നമ്മുടെ ഈ സെൻസറി എക്സ്പീരിയൻസസിനെ സ്റ്റോർ ചെയ്യുന്നതും റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെയാണ് മെമ്മറി. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെന്റൽ ഇമേജസ് മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതും അതിനെ മെന്റലി മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതൊക്കെയാണ് ഇമാജിനേഷൻ. ഇപ്പൊ നമ്മളൊരു മൈൻഡിൽ ഒരു പേപ്പറിനെ പറ്റി ആലോചിക്കുന്നു, പേപ്പർ ചുരുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു, നമുക്ക് ആലോചിക്കാൻ പറ്റും. അതാണ് ഈ ഇമാജിനേഷൻ അല്ലെങ്കിൽ ഫാന്റസിയാണ്.
അതാണ് നമ്മുടെ അരിസ്റ്റോട്ടലിന്റെ കേസ് വരുന്നത്. ആൻഡ് ഇവര് ഈ ടീച്ചേഴ്സിന്റെയും സ്റ്റുഡന്റ് ആരാണെന്നുള്ളത് മാറിപ്പോകാതിരിക്കാൻ സ്പാ എന്ന് ആലോചിച്ചാൽ മതി. സോക്രേറ്റ്സ്, പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ, ഇവരെ ഈ ഓർഡറിൽ നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇവരുടെയൊക്കെ ഒരു കാലം കഴിയുമ്പോഴാണ് ഡാർക്ക് ഏജസ് ഉണ്ടാവുന്നത്. ഡാർക്ക് ഏജിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരുപാട് ഗ്രീക്ക് ഏരിയയിലൊക്കെ ഉണ്ടായിരുന്ന ഫിലോസഫിയുടെയും സയൻസിലെയൊക്കെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കുറയാൻ വേണ്ടി തുടങ്ങി. കുറയാനല്ല, ഈ ബുക്സ് ഒക്കെ എടുത്ത് നശിപ്പിക്കുക, അതുപോലെ നമുക്ക് തിയോളജി ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ദൈവം വെച്ചിട്ട് എല്ലാ കാര്യത്തിനെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. കുറച്ചും കൂടെ നമ്മൾ സൂപ്പർ നാച്ചുറൽ സാധനത്തിലോട്ട് പോയി, നാച്ചുറൽ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഇല്ലാണ്ടായി തുടങ്ങി. അപ്പോൾ കുറേ ലൈബ്രറീസും ബുക്സും കാര്യങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ട ഒരു ടൈമായിരുന്നു ഈ ഡാർക്ക് ഏജസ്. നമ്മുടെ സയൻസിന്റെ ഗ്രോത്ത് ഒക്കെ താഴോട്ട് പോയിട്ടുള്ള സമയമാണ് ഡാർക്ക് ഏജസ്. പക്ഷേ ഒരു സ്ഥലത്ത് യൂറോപ്പിന്റെ ഏരിയയിൽ നമ്മൾ ഈ ഡാർക്ക് ഏജ് നടക്കുന്ന സമയത്ത് മറ്റ് പാർട്ടുകളിൽ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് സംഭവിക്കുന്നുണ്ടായിരുന്നു. ഈ ഇസ്ലാമിക് ഗോൾഡൻ ഏജിൽ വരുന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നമ്മുടെ അവിസെന്ന. അവിസെന്നയാണ് നമ്മൾ ഫിസിഷ്യൻസിന്റെ പ്രിൻസ് ആയിട്ട് നമ്മൾ കാണുന്നത്. കാരണം പുള്ളി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും ബോഡി ഫിസിക്കൽ സാധനത്തിനെയൊക്കെ ലിങ്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ പുള്ളി ഈ മ്യൂസിക്, ലിറ്ററേച്ചർ ഇതൊക്കെ തെറാപ്പിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ ഫേമസ് ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്. നമ്മൾ സാധാരണ ആ ഒരു ഷോക്കല്ല, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി ആ ഷോക്കല്ല, പകരം ഡെലൂഷൻ ഒക്കെ ഉള്ള ആൾക്കാരിലാണ് പുള്ളി ഷോക്ക് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുക. പുള്ളിയുടെ ഒരു കേസ് പറയുന്നത്, പുള്ളിയുടെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പേഷ്യന്റ് പറയുന്നത് ഞാനൊരു കവ് ആണെന്നായിരുന്നു പേഷ്യന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അവിസെന്ന എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളോട് പറഞ്ഞു, ഓക്കെ നിങ്ങളൊരു കവാണ്, അപ്പോൾ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട്, പശുവിനെ ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ വിളിച്ചിട്ടുണ്ട്, അയാൾ ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. അതാണ് പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ്. ആൻഡ് ഇത് കേട്ട് പേടിച്ചിട്ട് അയാളുടെ ഡെലൂഷൻ മാറുന്നുള്ളതായിരുന്നു അവിസെന്നയുടെ പോയിന്റ്. നമ്മുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ള 3 ഇന്റേണൽ സെൻസസിനെ ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് 7 ഇന്റേണൽ സെൻസസ് ആക്കിയിട്ട് ആര് മാറ്റി? നമ്മുടെ അവിസെന്ന മാറ്റി. ആദ്യത്തേത് കോമൺ സെൻസ്, നേരത്തെ പറഞ്ഞ സെയിം സാധനം. രണ്ടാമത്തതാണ് റിട്ടൻറ്റേറ്റീവ് ഇമാജിനേഷൻ. ഈ കോമൺ സെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജസിന് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോറേജ് ബിന്നാണ് റിട്ടൻറ്റേറ്റീവ് ഇമാജിനേഷൻ. മൂന്നാമത്തതാണ് കമ്പോസിറ്റീവ് ആനിമൽ ഇമാജിനേഷൻ. ഇത് പ്യൂർലി അസോസിയേറ്റീവ് എബിലിറ്റിയാണ്. നമുക്ക് പ്ലഷറിനെയും പെയിനിനെയും ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, അത് ഒരു സാധനമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, അങ്ങനെയുള്ള സർവൈവൽ ബേസ് ചെയ്തിട്ടുള്ള ബേസിക് അസോസിയേഷൻസ് ഒക്കെയാണ് ഈ ഒരു കമ്പോസിറ്റീവ് ആനിമൽ ഇമാജിനേഷനിൽ വരിക. എന്നാൽ കമ്പോസിറ്റീവ് ഹ്യൂമൻ ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഹോഴ്സിനെ അറിയാം, നമുക്ക് ഹോണും അറിയാം. ഈ 2 സാധനം കൂടെ കണക്ട് ചെയ്താൽ നമുക്ക് എന്താ യൂണിക്കോണിന് കിട്ടും. അങ്ങനെ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാനൊക്കെ പറ്റുന്നത് ഈ കമ്പോസിറ്റീവ് ഹ്യൂമൻ ഇമാജിനേഷനിൽ നിന്നാണ്. പിന്നെ ഉള്ളതാണ് എസ്റ്റിമേറ്റ് പവർ. അതായത് നമുക്കൊരു ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ട് അറിയുന്ന കാര്യങ്ങളുണ്ടാവും. നമുക്ക് ഇപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിന്, ആ പൂച്ചയ്ക്ക് പണ്ട് ജനിച്ച് കുറച്ചായിട്ടുള്ളൂ, അതിന് പട്ടീനെ ഇതിന് മുന്നേ കണ്ടിട്ട് പോലുമില്ല, പട്ടിയായിട്ട് ഒരു ബാഡ് എക്സ്പീരിയൻസും ഇല്ല. അങ്ങനെ ഒരു പൂച്ചക്കുഞ്ഞിനെ ചിലപ്പോൾ നമ്മൾ പട്ടിയുടെ അടുത്ത് കൊണ്ടുവച്ചാൽ പോലും ഈ പൂച്ച പെട്ടെന്ന് നാലുകാലിൽ എഴുന്നേറ്റ് ഭയങ്കര വഴക്കുണ്ടാക്കാനുള്ള മൂഡിലോട്ട് മാറുന്നത് കാണാൻ വേണ്ടി പറ്റും. അത് അവർക്ക് ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ട് ആ ഒരു സേഫ്റ്റി ഇല്ല, എന്തോ ഒരു ത്രെട്ടാണ്, ഇതെന്റെ ശത്രുവാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു എസ്റ്റിമേറ്റ് പവറിൻ്റെ ഉള്ളിൽ വരിക. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഇന്റേണൽ മെമ്മറി. ഇന്റേണൽ മെമ്മറി നമ്മുടെ ഈ ജഡ്ജ്മെന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന, ഈ എസ്റ്റിമേറ്റ് പവറിൽ ഉണ്ടാവുന്ന ജഡ്ജ്മെന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പാർട്ടാണ് ഇന്റേണൽ മെമ്മറി. അടുത്ത ലാസ്റ്റത്തെയാണ് നമ്മൾ എബിലിറ്റി ടു യൂസ് ഇൻഫർമേഷൻ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള 6 ലെവൽസിലെ ഇതിനെയെല്ലാം നമുക്ക് പ്രോസസ്സ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി, ആക്ഷനിൽ എടുക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എബിലിറ്റി ടു യൂസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലെവൽ. ഇനി വരുന്ന റിനൈസൻസ് മുതലുള്ള പാർട്ട് നമുക്ക് നമ്മുടെ പാർട്ട് 2 മോക്ക് ക്ലാസ്സിൽ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാർട്ട് 1 ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ട് 2 നമുക്ക് റിനൈസൻസിന് ശേഷം വന്നിട്ടുള്ള ബേക്കൺ ഉണ്ട്, ഡെക്കാർട്ടെ ഉണ്ട്, അതുപോലെ നമുക്ക് ഹോബ്സ് ഉണ്ട്, ലോക്ക് ഉണ്ട്, ഹ്യൂം ഉണ്ട്, മില്ലുണ്ട്, ജോൺ മില്ലുണ്ട്, ആൻഡ് കോംറ്റ് ഉണ്ട്, കാന്റ് ഉണ്ട്, ദിൽത്തെ ഉണ്ട്, ഫ്രാൻസ് ബണ്ടാനോ ഉണ്ട്. ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെയൊക്കെ ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ മോക്ക് ക്ലാസ്സിലുള്ള ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏരിയാസ്. അപ്പോൾ താങ്ക് യു.